മലയാളി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. ഭാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാ ശബ്ദം. ആൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് ആയിരിക്കുകയാണ്. അനുകൂലമായ എല്ലാ ചുറ്റുപാടുകളും വലിയവനായ ദൈവം ഇന്ന് രാത്രിയിൽ നമുക്ക് നൽകി തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ഈ ജീവിത സാക്ഷ്യ പ്രോഗ്രാമിന്റെ 112ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യങ്ങളും ശ്രേഷ്ഠമായ അനുഗ്രഹീതമായ 2 ഗാനങ്ങളും കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായി ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇത് ഒരു ആത്മീയ ശുശ്രൂഷയാകിയാൽ പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അറ്റ്ലാന്റയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ തോമസ് എബ്രാങ്കിള് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. പ്രിയ കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ ഈ രാത്രിയിൽ ക്ഷണിക്കുക. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിന്റെ സായാഹ്ന സമയത്ത് നിന്റെ മക്കൾ ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭത്തിന്റെ 112ാമത്തെ എപ്പിസോഡ് ഇന്ന് നടത്തുവാൻ തക്കവണ്ണം കർത്താവിനെ ഇത്രത്തോളം ബലപ്പെടുത്തി ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അനേക സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് ഇതുമൂലം സഹായിച്ചിട്ടുണ്ട്. അത് അനേക ദൈവമക്കൾക്ക് അവരുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രചോദനമായി തീരുവാൻ ഇടയായി. അതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. മനോഹരങ്ങളായ ഗാനങ്ങൾ ആലപിച്ച് അത് കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൽ സന്തോഷിപ്പാനും ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്നും അതുപോലെ നല്ല സാക്ഷ്യം കേൾക്കുവാനും നല്ല ഗാനങ്ങൾ കേൾക്കുവാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവിന്റെ നാമമഹത്വത്തിനും കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ ആത്മീയ ജീവിതത്തിന് ഉത്തേജനവും ആയിത്തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ അറേഞ്ച്മെന്റുകളിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ അതിൻ്റെ ഇന്റർനെറ്റും മറ്റും കർത്താവെ തടസ്സം കൂടാതെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ വിവിധ സ്ഥാനങ്ങളിൽ സൂക്ഷിച്ചു വരുന്ന അവിടുത്തെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവീനെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തും കർത്താവിൻ്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന നിന്റെ ദാസന്മാരെ അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. സന്തോഷിനെയും റോയ് ബ്രദറിനെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആവശ്യമായ എല്ലാ കൃപകളും അവർക്ക് വരുന്ന ദിവസങ്ങളിലും നൽകിക്കൊടുത്തവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കിയാൽ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എളിയ ഭർത്താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് രാത്രിയിലും കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത്. 111 എപ്പിസോഡുകൾ ദൈവം വളരെ നമ്മെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ വലിയ കൃപ അനേക ഗാനങ്ങളിലൂടെ, അതിന്റെ അനുഭവങ്ങളിലൂടെ, ജീവിത സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രിയിലും തിരുവനന്തപുരത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പുല്ലാന്തിവിള എന്ന് പറയുന്ന സ്ഥലത്തോളം ബന്ധത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷിജി എസ്
അവറുകൾ നമ്മോടുകൂടെയുണ്ട്. പ്രിയദാസിൽ നിന്നും അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കുവാനുള്ള ഒരു അവസരം ഇന്ന് രാത്രി നമുക്കുണ്ട്. അതുപോലെ തന്നെ അനുഗ്രഹീതമായ ഗാനങ്ങൾ നമുക്കിന്ന് കേൾക്കുവാനുള്ള ഒരു അവസരം കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. പ്രിയ മകൻ അപ്നേർ രാജു ജോർജ് ദോഹ, പ്രിയ രാജു ജോർജ് എങ്കിലിന്റെ മകനാണ്. പ്രിയ മകനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മകനിൽ നിന്നും അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്കിടയായി തീരട്ടെ. തന്റെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ തന്റെ ശബ്ദത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം പ്രിയ മകനെ കൊടുത്തിരിക്കുന്ന കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 2 അനുഗ്രഹീതമായ ഗാനങ്ങൾ ഇന്ന് രാത്രി കേട്ട് നമുക്ക് മടങ്ങി വരാം. പ്രാരംഭ ഗാനം സ്തുതിക്ക് യോഗ്യനെന്നും എന്റെ യേശു മാത്രമാ എന്ന് തുടങ്ങുന്ന സുപരിചിതമായ അനുഗ്രഹീതമായ നല്ല ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഗാനം നമുക്ക് കേൾക്കാം. പ്രിയ അപ്നേർ മകനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ ആ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാ. പാരിൽ വന്നു ജീവൻ തന്നു നമ്മെ വീണ്ടെടുത്തവൻ. പാരിൽ വന്നു ജീവൻ തന്നു നമ്മെ വീണ്ടെടുത്തവൻ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാ. അറിഞ്ഞു ദൈവം നമ്മെ, നാം അവനെ അറിയും മുമ്പേ. അറിഞ്ഞു ദൈവം നമ്മെ, നാം അവനെ അറിയും മുൻപേ. പകർന്നല്ലോ പുതുജീവൻ, നാം പുതിയ സൃഷ്ടിയാം. പകർന്നല്ലോ പുതുജീവൻ, നാം പുതിയ സൃഷ്ടിയാം. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാ. നന്മ തന്നു നമ്മെ നാൾ തോറും നടത്തിടും. നന്മ തന്നു നമ്മെ നാൾ തോറും നടത്തിടും. വൻവിനകൾ വന്നീടിൽ വരുമല്ലോ ചാരെ നീ. വൻവിനകൾ വന്നീടിൽ വരുമല്ലോ ചാരെ നീ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാ. ദൈവമേ നിൻ സ്നേഹം ഞാനോർക്കും നന്ദിയാ. ദൈവമേ നിൻ സ്നേഹം ഞാനോർക്കും നന്ദിയാ. പാടിയിടും
സ്തുതിഗീതം എന്നെ വീണ്ടെടുത്തതാ. പാടിയിടും സ്തുതിഗീതം എന്നെ വീണ്ടെടുത്തതാ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. നമ്മുടെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. കാരണം അതുപോലെയുള്ള നന്മകളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നത്. ആ ഗാനത്തിലൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസൻ ജോയ് ജോൺ ബാംഗ്ലൂർ ഇങ്ങനെ രചിച്ചു: നമ്മളൊക്കെ നടന്നു വന്ന വഴികളെ കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര അതിശയമാണ്, എത്ര അത്ഭുതമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു വന്ന വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സ്നേഹവും കരുതലും തിരിച്ചറിഞ്ഞ അനുഭവങ്ങളായിരുന്നു. ആ അർത്ഥം ഉൾക്കൊള്ളുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം, വന്ന വഴികൾ ഒന്നോർത്തിടുകിൽ എന്ന് തുടങ്ങുന്ന ആ അനുഗ്രഹീതമായ ഗാനം കൂടെ പ്രിയ മകന്റെ നാവിൽ നിന്നും നമുക്ക് പ്രാർത്ഥനയോടെ കേൾക്കാം. പ്രിയ മകനെ ആ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ക്ഷണിക്കും. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങൾ പോലും ഓതിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങൾ പോലും ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ
ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ ഗാനത്തിലൂടെ നാം സഞ്ചരിക്കുകയായിരുന്നു. നമ്മളൊക്കെ വന്ന വഴികൾ എത്ര അത്ഭുതമാണ്. എന്നാൽ ഒന്നറിയാം, ഇന്ന് ദൈവം ചെയ്ത നന്മകളെക്കാൾ ഏറെ, അതിശയങ്ങളെക്കാൾ ഏറെ, അത്ഭുതങ്ങളെക്കാൾ ഏറെ നാളെ കർത്താവ് അധികമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ആ വിശ്വാസത്തോടും ഉറപ്പോടും കൂടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ മകനോടുള്ള ദൈവികമായ നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. ദൈവം പ്രിയ മകനെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ദാസൻ ഷിജി എസ് പുല്ലാന്തിവിള, തിരുവനന്തപുരം. ഏതാണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പരിചയപ്പെടുവാനും ഒരുമിച്ച് 3 വർഷം ദൈവവചനം പഠിക്കുവാൻ, ഞങ്ങൾ ഒരുമിച്ച് ഭവനത്തിൽ പോകുവാനും വരുവാനും ഭക്ഷണം കഴിക്കുവാനും ഒരുമിച്ച് ലഭിച്ച ആ സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ധകാരത്തിന്റെ മധ്യത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് സകലതും വിട്ട്, വള്ളവും വലയും എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു കുടുംബം. തന്റെ പ്രിയപ്പെട്ടവരൊന്നും ഇന്നില്ല എങ്കിലും താനും കുടുംബവും അറിഞ്ഞ വിശ്വാസത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് കർത്താവിനെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ ഇടയായിത്തീരും. എന്നാലും തന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചതു മുതൽ തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എതിർപ്പുകളും ഒക്കെ അനവധിയാണ്. ഇന്ന് രാത്രി അതൊക്കെ നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു വെല്ലുവിളിയായി തീരട്ടെ. എത്രത്തോളം വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു, കർത്താവിനോട് എത്രത്തോളം അടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു, എത്രത്തോളം വിശ്വസ്തയോടെ കർത്താവിന് മുമ്പിൽ ജീവിപ്പാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ചിന്തിപ്പാൻ ഇടയാകട്ടെ. ഞാൻ അധികം വിവരിക്കുന്നില്ല. കർത്താവിന്റെ ദാസിൽ നിന്ന് തന്റെ ജീവിതത്തിന്റെ സമൂലമായ ഒരു സാക്ഷ്യം കേൾക്കുവാനുള്ള ഒരു അവസരമാണ്. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിന്റെ ദാസനെ ഈ സമയം തന്റെ സാക്ഷ്യം പറയുന്നതിനും ഒടുവിൽ തന്റെ ജീവിതത്തിൽ ദൈവം തന്ന ആ ചെറിയ ദൂത് നമ്മെ അറിയിക്കുന്നതിനുമായിട്ട് പ്രാർത്ഥനയോട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ ഈ രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത്. അനേക നാളുകളായി ഈ മിനിസ്ട്രിയെ കുറിച്ച് എൻ്റെ പ്രിയ സഹോദരൻ സന്തോഷ് മാത്യു അവരിലൂടെ അറിയാനും സാധിക്കും പോലെ ഇതിൽ പങ്കെടുക്കാൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. ശനിയാഴ്ച ദിവസം വാസ്തവത്തിൽ ഞങ്ങളുടെ സഭയിലെ കോട്ടേജ് മീറ്റിംഗ് ഉള്ള ദിവസമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് ഇതിൽ നിരന്തരമായിട്ട് കയറാൻ കഴിയാത്ത. ഇന്നും കോട്ടേജ് മീറ്റിംഗ് ഇവിടെ തൊട്ടടുത്ത്, ഞാൻ സഭാ ഹാളിൽ ഇരിക്കുന്നു, തൊട്ടടുത്തുള്ളൊരു വീട്ടില് എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സന്ദർഭം ദൈവം ഒരുക്കി, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഷിജി എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയില് പോത്തങ്കോടിനടുത്ത് പന്തലങ്കോട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തില് ആണ് ജീവിക്കുന്നത്.
ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് മുമ്പോട്ട് വന്ന ആളാണ്. എൻ്റെ അമ്മയും CSA പശ്ചാത്തലത്തിലായിരുന്നു. അവർ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ അമ്മ CSA, അതുപോലെ എൻ്റെ പിതാവ് ഹൈന്ദവ പശ്ചാത്തലത്തിലായിരുന്നു. എൻ്റെ പിതാവിന് മിലിറ്ററിയിലായിരുന്നു ജോലി. അങ്ങനെ വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊക്കെ താമസിക്കുമായിരുന്നു. ഗോവയിൽ ആയിരുന്നപ്പോൾ എൻ്റെ പിതാവും മാതാവും, ഞാൻ അന്ന് ജനിച്ചു കുറച്ച് മാസങ്ങളും വർഷങ്ങളും ആയതേ ഉള്ളൂ, എനിക്ക് നല്ല ഓർമ്മ ആയ കാലമല്ല. എൻ്റെ ഓർമ്മയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ ഗോവയിൽ വെച്ച് എൻ്റെ പിതാവ് സുവിശേഷം കേൾക്കാനും കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാനിടയായി. അവിടെ ഗോവയില് റാന്നി ഭാഗത്തുള്ള ഒരു ജോൺ എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ അവിടെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം തൻ്റെ വീട്ടില് സഭാ കൂടിയരവ് ജോലിയോടുള്ള ബന്ധത്തില് നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എൻ്റെ പിതാവിനെ കണ്ടുമുട്ടാനും സുവിശേഷം പറയാനും അങ്ങനെ കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നു. ആദ്യം എൻ്റെ പിതാവാണ് വിശ്വാസത്തിലേക്ക് വന്നത്. തികച്ചും ഒരു ഹൈന്ദവ പശ്ചാത്തലവും സ്വന്തമായിട്ട് കുടുംബക്ഷേത്രവും ഒക്കെ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വടക്കേന്ത്യയിൽ ഗോവയിൽ വെച്ച് കർത്താവിനെ അറിയാനും എൻ്റെ അമ്മയും ആ നിലയിൽ വാസ്തവമായ CSA പശ്ചാത്തലമൊക്കെ ഉണ്ടെങ്കിൽ പോലും വാസ്തവമായ രക്ഷാനുഭവം അമ്മയ്ക്കില്ലായിരുന്നു. അങ്ങനെ ഈ സുവിശേഷം കേൾക്കുകയും രക്ഷാനുഭവത്തിലേക്ക് വരികയും അങ്ങനെ അവര് ബ്രദറൻ കൂട്ടായ്മയില്, ഗോവയിലുള്ള ബ്രദറൻ കൂട്ടായ്മയില് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് അറിവ് വെച്ച സമയത്ത് അവര് ആ നിലയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ പിതാവ് ഫേസ് ചെയ്യുമായിരുന്നു. കുടുംബത്തിന് നാണക്കേട് വരുത്തി, ക്ഷേത്രത്തിന് ഭംഗം വരുത്തി, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്കെല്ലാം ഭംഗം വരുത്തി എന്നൊക്കെ നിലയിലുള്ള ആക്ഷേപങ്ങൾ ആ കാലഘട്ടം എനിക്ക് ഓർമ്മയില്ല, എൻ്റെ പിതാവൊക്കെ അന്ന് പറയുമായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ എൻ്റെ അപ്പന് ലഭിച്ച ആ ആത്മീയ സന്തോഷം കെടുത്തിക്കളയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. താൻ അധികമായിട്ട് ആ സന്തോഷത്തില് വർദ്ധിച്ചു വരാനും വളർന്നു പോകാനും ശ്രമിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ആ വിശ്വാസത്തിൽ ഉറച്ചു മുമ്പോട്ട് പോകാനും എന്നെയും ആ നിലയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ഉത്സാഹിച്ചു. അവര് ആത്മീകമായ ഗഹനമായ ജ്ഞാനമുള്ളവരല്ലായിരുന്നു. എന്നാൽ ചെറിയ അറിവ് മാത്രം ഉള്ളപ്പോൾ ആ അറിവിൽ അങ്ങനെ ശ്രമിച്ചു കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ വർക്ക് വെച്ചപ്പോഴെല്ലാം അവര് സഭയിൽ പോവുകയും ഞാൻ അവരോടൊപ്പം പോവുകയും ചെയ്തു. പിന്നെ രണ്ടാമത് അവർക്കൊരു മകളെ ജനിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരാണെങ്കിൽ കുടുംബത്തിലുള്ള ഞാനും എൻ്റെ ഇളയ സഹോദരിയും അപ്പനും അമ്മയും വിശ്വാസ പാതയില് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ 3ാം ക്ലാസ് വരെ ഗോവയിൽ പഠിച്ചു. പിന്നെ എൻ്റെ പിതാവിന് ട്രാൻസ്ഫർ വന്നപ്പോൾ നാട്ടിലേക്ക് മടങ്ങി വന്നു, തിരുവനന്തപുരത്തേക്ക് മടങ്ങി വന്നു. കുടുംബ വീട് സ്ഥിതി ചെയ്യുന്നിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോത്തങ്കോടിനടുത്ത് താമസം ആരംഭിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിലും ഞാൻ ഈ അറിവ് വയ്ക്കും തോറും 3ാം ക്ലാസ് വരെയൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വീട്ടുകാർ പറഞ്ഞത്. എന്നാൽ 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ് ഇങ്ങനെ ഹൈസ്കൂളിലോട്ട് വരുന്തോറും ഞാൻ പഠനത്തിൽ വളരെ മോശമാകാനും കൂട്ടുകെട്ടും കളിയും കുസൃതിയുമായിട്ട് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ നിലയിലൊരു വലിയ പോരായ്മ, ഒരു പരാജയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ഒരു വലിയ സെൻട്രൽ സ്കൂൾ, കേന്ദ്ര വിദ്യാലയ സ്കൂളിലാണ് എൻ്റെ പിതാവ് എന്നെ അഡ്മിഷൻ തന്ന് എന്നെ അവിടെ ചേർത്തത്. എന്നാൽ എൻ്റെ മോശം പെരുമാറ്റം കൊണ്ടും പഠനം കൊണ്ടും എന്നെ അവിടുന്ന് TC തന്ന് പറഞ്ഞയച്ചു. കാരണം തുടർച്ചയായിട്ട് 6ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ 2 പ്രാവശ്യം തോറ്റു. അങ്ങനെ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അവിടെ പഠിപ്പിക്കാൻ വ്യവസ്ഥയില്ല. അവിടെ തന്നെ TC എന്ന് പിന്നെ വേറൊരു വീട്ടിന്റെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂൾ എന്നെ ചേർത്തു. അവിടെ ഞാൻ വീണ്ടും 2 കൊല്ലം തോറ്റു. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാൻ വേണ്ടിയാണ്. വളരെ മോശം. ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ആകും തോറും കൂടുതൽ പഠനത്തിൽ വളരെ മോശപ്പെടാനും ആത്മീകമായ എൻ്റെ ജീവിതം വളരെ മോശമായിട്ട് മുമ്പോട്ട് പോകാൻ ഇടയായിത്തീർന്നു. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് നാട്ടിലൊരു ചെറിയ സഭയുണ്ട്. ഇപ്പോഴും ഞാൻ ആ സഭയിലാണ്. പുല്ലാന്നിവിള ബ്രദറൻ സഭ എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് വളരെ വിരലിലുണ്ടാവുന്ന 10 പേർക്കകത്തുള്ള അംഗങ്ങളായിരുന്നു ആ സഭയിൽ ഉണ്ടായിരുന്നത്. ഒരു വളരെ പ്രായമുള്ള റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനായ ഒരു യോഹന്നൻ അപ്പച്ചൻ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് അവിടെ ശുശ്രൂഷയ്ക്ക് വരുമായിരുന്നു. തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ശുശ്രൂഷിക്കുകയും പിന്നെ മടങ്ങി പോവുകയും ചെയ്യും. ആ അപ്പച്ചൻ സുവിശേഷം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലൊരു കോട്ടേജ് മീറ്റിംഗ് നടത്തുന്ന ഞായറാഴ്ചയായിരുന്നു. ആ കോട്ടേജ് മീറ്റിംഗ് ഇങ്ങനെ ആരാധന യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പച്ചൻ അടുത്ത് പറഞ്ഞു, ഷിജി എൻ്റെ കൂടെ വരണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ യാത്രയില് സുവിശേഷം എന്നോട് പങ്കുവച്ചു. ഞാൻ വളരെ ചെറുപ്രായത്തിലാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ അപ്പച്ചൻ പറഞ്ഞ സുവിശേഷം
ഞാൻ അതുപോലെ അംഗീകരിച്ചു. വീട്ടിൽ വച്ച് കർത്താവിനെ അന്ന് ദിവസം സ്വന്തം രക്ഷിതമായിട്ട് 1994 സ്വീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് സഭ എന്നെ പഠിപ്പിച്ച് സ്നാനപ്പെടുത്താനുള്ള ഉപദേശമൊക്കെ തന്ന് അങ്ങനെ സ്നാനപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞാൻ എൻ്റെ വീട്ടുകാർക്കെല്ലാം എന്നെ കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു. ഇനി അവൻ എന്തായാലും നല്ല കുട്ടിയായിട്ട് വളരും, നന്നായിട്ട് പഠിക്കും, ആത്മീയമായിട്ടും ഒരു സ്റ്റെപ്പ് എടുത്ത് വച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ വളരെ പ്രതീക്ഷയോടുകൂടെ അവരതെല്ലാം നോക്കിക്കണ്ടു. ഞാനും അങ്ങനെ മോശമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിട്ടല്ല. പക്ഷെ പിന്നെയും എൻ്റെ സാഹചര്യങ്ങളെല്ലാം വളരെ മോശപ്പെട്ട് 10ാം ക്ലാസ്സിൽ ആയപ്പോൾ ഞാൻ വളരെ അധികം പഠനത്തിൽ മോശമായി. പരീക്ഷയ്ക്ക് തോക്കുമെന്നുള്ള ഒരു സാഹചര്യമായി. എൻ്റെ സ്കൂൾ അധ്യാപകരെല്ലാവരും എന്നെ പരീക്ഷ എഴുതുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. കാരണം 100% വിജയം കൈവരിക്കുന്ന ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ റെക്കോർഡ് തകരാൻ പോവുകയാണ്. ഷിജി പരീക്ഷ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും തോക്കും. കാരണം 9ാം ക്ലാസ്സിന്റെ ഫൈനൽ എക്സാമിന് മുമ്പുള്ള പരീക്ഷയ്ക്ക് എല്ലാം ഞാൻ തോറ്റിട്ടുണ്ട്. മലയാളം എനിക്ക് തീരെ അറിയില്ല. കാരണം ഞാൻ 6ാം ക്ലാസ് വരെ ഹിന്ദി മീഡിയം പഠിച്ചതുകൊണ്ട് 6ാം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ മലയാളമൊക്കെ പഠിക്കുന്നത്. മലയാളത്തിന് ഞാൻ ഒരു പരീക്ഷയ്ക്കും പാസ്സായിട്ടില്ല. അങ്ങനെ ആ സ്കൂള് ഇത് വല്ലാത്ത ഒരു ഭീതിയിലായിരുന്നു. ഈ പ്രാവശ്യം ഷിജി പരീക്ഷ എഴുതും, തോക്കും, 100% ഉള്ള വിജയം നഷ്ടപ്പെടും. എന്നെ നല്ലതുപോലെ ശ്രമിച്ചു എന്നെ പരീക്ഷയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. പക്ഷെ എങ്ങനെയോ ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. പരീക്ഷ എഴുതാൻ ഇടയായി തീർന്നു. 310 മാർക്കോടുകൂടെ പാസ്സായി. എന്നെ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചതുപോലെയാണ് ആ സ്കൂളിലുള്ള അധികൃതർ എന്നെ അനുമോദിച്ചത്. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. കാരണം സ്കൂളിന്റെ നാണക്കേട് ഞാൻ മാനം കാത്തു സൂക്ഷിച്ചതുമാണ്. അങ്ങനെ ഞാൻ കഷ്ടിച്ച് പാസ്സായി. എങ്ങനെ പാസ്സായെന്ന് എനിക്കെന്ന് പറഞ്ഞാൽ അറിയില്ല, എന്തിനു പാസ്സായെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അന്ന്. ഏതായാലും പാസ്സായി. പിന്നെയും എൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചു ഇവനെ ഇനി അധികം സ്കൂളിലൊന്നും കോളേജിലൊന്നും പഠിപ്പിക്കേണ്ട, ഒരു തൊഴിൽപരമായ ഒരു മേഖലയിലോട്ട് ഇവനെ തിരിച്ചു വിടാമെന്ന് വിചാരിച്ച് തിരുവനന്തപുരം സിറ്റിയിൽ ഒരു AC മെക്കാനിക്കൽ പഠിക്കാൻ എന്നെ പറഞ്ഞയച്ചു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആത്മീകമായിട്ട് അധപ്പതിക്കാനുള്ള ഒരു സാഹചര്യമാണ് പട്ടണത്തിലുള്ള പഠനം ഒരുക്കിയത്. ഞാൻ കൂടുതൽ കൂട്ടുകെട്ടിലേക്ക് അകപ്പെട്ടു. വളരെ വലിയ സീനിയർ ആയിട്ടുള്ള മോശം സാഹചര്യത്തിലുള്ള ആൾക്കാരുമായിട്ട്, യുവാക്കളുമായിട്ട് എൻ്റെ കൂട്ടുകെട്ടായി. അനേക ദുർശീലങ്ങൾ ഞാൻ ആരംഭിച്ചു. അതിൽ അഡിക്റ്റായി. അങ്ങനെ എൻ്റെ വീട്ടുകാർക്കും സഭക്കാർക്കും ഒന്നും അറിയില്ലായിരുന്നു ഞാൻ എത്രമാത്രം ആത്മീകമായിട്ട് അധപ്പതിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, സ്നാനപ്പെട്ടവനാണ്, ഞായറാഴ്ച കത്രിമേശയിൽ പങ്കെടുക്കുന്നുണ്ട്. മറുവശത്ത് വളരെ മോശമായ ജീവിത സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി. സഭക്കാർക്ക് ആർക്കും എൻ്റെ ഈ വഷളത്വം അറിയില്ല. അതുകൊണ്ട് എന്നെ കുറിച്ച് അവർക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നുമില്ല. മിടുക്കനാണ്, മാന്യനാണ്. വീട്ടുകാർക്കും അത്ര കാര്യമായിട്ട് അറിയില്ലായിരുന്നു എൻ്റെ ഈ കുസൃതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ദുർശീലങ്ങൾക്കും അനാവശ്യമായ കൂട്ടുകെട്ടൊക്കെ ഞാൻ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിന്റെ ഉള്ളില് ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും, ഓരോ തവണ ഞാൻ പല തെറ്റുകൾ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിന്റെ ഉള്ളില് ഇത് നീ വെച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം അപകടത്തിലാകും എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ അതെല്ലാം വകവയ്ക്കാതെ പിന്നെയും ധാർഷ്ട്യത്തോടുകൂടെ പാപജടത്തിന്റെ സുഖങ്ങളും സന്തോഷമൊക്കെ അനുഭവിക്കാൻ കൂടുതൽ കൂടുതൽ കൂട്ടുകെട്ടിലും ദുർശീലങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് 1 വർഷം കൂടെ ഞാൻ ITA പഠിച്ചു. 2 വർഷമാണ് അവിടെ പഠിക്കാനുള്ളത്. ആ 1 വർഷത്തെ പഠനത്തിൽ ഞാൻ വളരെ മോശമായ സാഹചര്യത്തിലായി. ഞാൻ തികഞ്ഞ ഒരു മദ്യപാനിയായി. മദ്യം പട്ടണത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ നാട്ടിലുള്ള ഗ്രാമത്തിലുള്ള കൂട്ടുകാർക്ക് വിറ്റ് അവരെ മദ്യപാനി ആക്കി. ആ കാശ് കൊണ്ട് ഞാനും ഉപജീവിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നപ്പോൾ നാട്ടുകാർ വഴി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പ്രത്യേകിച്ച് അറിഞ്ഞു ഞാൻ വളരെ മോശമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അന്ന് തൊട്ട് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും ഇടയായി തീർന്നു. എൻ്റെ പിതാവ് കൊച്ചിയിലായിരുന്നു, ഷിപ്പ്യാർഡിൽ ജോലി ആയതുകൊണ്ട് മാസത്തിൽ 1 ആഴ്ച 2 ആഴ്ചയ്ക്ക് ഇവിടെ വരത്തുള്ളൂ. അധികം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമില്ല. എന്നാൽ അമ്മയ്ക്ക് ഈ വിവരം കിട്ടിയ നാൾ മുതൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാനും എൻ്റെ നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കാനും ഇടയായി തീർന്നു. വളരെ കൈവിട്ടുപോയ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇനി ഷിജിയെ മടക്കിക്കൊണ്ടുവരാൻ, നേരായ വഴിയിൽ കൂട്ടുകെട്ടും ദുർശീലങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ അമ്മയുടെ ബുദ്ധിയിൽ ഒരു മാർഗവും ഉദിച്ചില്ല. വളരെ സങ്കടത്തിലായി. അങ്ങനെ ആ സമയത്തെല്ലാം ഞങ്ങളുടെ വീട്ടിൽ ഒരു ബൈബിൾ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ച നടക്കുമായിരുന്നു. ഞങ്ങൾക്ക് ദൂരെ ബൈബിൾ ക്ലാസ്സിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ അന്നത്തെ സഭയിലുണ്ടായിരുന്നു വേറൊരു ദൈവദാസൻ, ഒരു പക്ഷേ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന C. സാമുവൽ എന്ന് പറയുന്ന
ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മലയങ്കീഴ് സഭയിലെ ശുശ്രൂഷകരാണ് സാമുവൽ അപ്പച്ചൻ. ഞങ്ങളുടെ വീട്ടിൽ ബൈബിൾ ക്ലാസ്സിന് വരുമായിരുന്നു. അങ്ങനെ ആ ക്ലാസ് അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ വളരെ മാന്യമായിട്ട് ഉള്ള ജീവിതമായിരുന്നു. പക്ഷെ എന്റെ യഥാർത്ഥ ജീവിതം അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. എന്റെ അമ്മ ഒരു ദിവസം പറഞ്ഞു, സാമുവൽ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, ഷിജിയെ ഒരു 2 കൊല്ലത്തേക്ക് നാട് കടത്താൻ, ഈ നാട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അവൻ ഇച്ചിരി കൂട്ടുകെട്ടും ഒക്കെ ആയിട്ട് ഇച്ചിരി വഷളായി പോവുകയാണ്. ഇത്ര മാത്രമേ അവൻ പറഞ്ഞോളൂ. അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം, നാട്ടിൽ നിന്ന് മാറ്റണം. അപ്പച്ചൻ ആലോചിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നിനക്ക് ബൈബിൾ സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ബൈബിൾ സ്കൂളിൽ പോയിട്ട് അല്ലാത്ത സ്കൂളിൽ പോകാൻ തന്നെ താല്പര്യം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വളരെ അപ്പച്ചനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പച്ചനടുത്ത് എങ്ങനെ എനിക്ക് താല്പര്യം ഇല്ല അപ്പച്ച എന്ന് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് അങ്ങനെ സാധിച്ചില്ല. ഞാൻ വെറുതെയെങ്കിലും പറഞ്ഞു, താല്പര്യമുണ്ട് അപ്പച്ച, ബൈബിൾ സ്കൂളല്ലേ, ബൈബിളല്ലേ, നല്ല കാര്യമല്ലേ, പഠിക്കാം എന്ന് ഞാൻ ഒരു ഭംഗി വാക്കായിട്ട് അങ്ങ് പറഞ്ഞു. ഇത് കേട്ട താമസം അപ്പച്ച അവിടെ ഇരുന്നുകൊണ്ട് ആരെയൊക്കെ ഫോൺ വിളിച്ചു. പിറ്റേ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ പത്തനംതിട്ട ബൈബിൾ സ്കൂളിന്റെ അഡ്മിഷൻ ഫോമും പ്രോസ്പെക്ടസും ഒക്കെ ആയിട്ട് വീട്ടിൽ വന്നു. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. എന്റെ മുമ്പ് വെച്ചിരുന്ന ഫോം എല്ലാം പൂരിപ്പിച്ച് എന്റെ അടുത്ത് ഒപ്പിടാൻ പറഞ്ഞു. ഒപ്പിട്ട് അപ്പച്ചൻ അത് അയച്ചു കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട BBA അഡ്മിഷൻ എനിക്കായി അവിടെ ക്ലാസ്സിന് പോകേണ്ട ഒരു സാഹചര്യം. ഞാൻ വളരെ ധർമ്മസങ്കടത്തിലായി. മലയാളം എഴുതാനും വായിക്കാൻ നേരെ അറിയില്ല, പാഠപുസ്തകങ്ങൾ നേരെ പഠിച്ചിട്ടില്ല, ബൈബിള് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ആകപ്പാടെ ബൈബിളിൽ അറിയാവുന്നത് സങ്കീർത്തനമാണ്. ഞങ്ങളുടെ സഭയിൽ സൺഡേ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ബൈബിളില് എത്ര പുസ്തകമുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ പുസ്തകമാണ് എന്നൊന്നും അറിയാതെ ആകപ്പാടെ സങ്കീർത്തനം 1ഉം 23 മാത്രം അറിയാം. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ ബൈബിൾ സ്കൂളിൽ പോകും എന്ന ഒരു ധർമ്മസങ്കടത്തിലായി. മാത്രമല്ല എന്റെ കൂട്ടുകെട്ടും എന്റെ ഈ ഒരു ജീവിത ശൈലിയൊക്കെ ഞാൻ എങ്ങനെ അവസാനിപ്പിച്ച് അവിടെ ഒരു ജയിലിൽ പോലെ ആകേണ്ടി വരുമല്ലോ എന്നുള്ള ധർമ്മസങ്കടത്തിലായി. ഞാൻ വളരെ ആലോചിച്ച് എങ്ങനെ ഇതിൽ നിന്ന് പിന്മാറാം. ഏതായാലും സാമുവൽ സാർ അഡ്മിഷൻ എടുത്തു തന്നു. ഇനി പോകാതിരിക്കാൻ നിവർത്തിയില്ല. ഇനി പോകാൻ പറ്റൂല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചെങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു നിഗൂഢമായ പദ്ധതി തയ്യാറാക്കി. എനിക്കറിയാം ബൈബിൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ മാന്യന്മാരായ ഭക്തരായ ദൈവദാസന്മാരും സഹോദരന്മാരും വന്ന് പഠിക്കുന്ന സ്ഥലമാണ്. എന്നെ പോലെയുള്ള ഒരാളിന് അധികം നാൾ അവിടെ താമസിക്കാൻ കഴിയില്ല. എന്റെ വികൃതിയും എന്റെ കുസൃതിയും എന്റെ കുരുത്തക്കേടൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരെന്നെ പറഞ്ഞു വിടുമെന്നുള്ള ബോധ്യം എനിക്ക് ഉള്ളിലുണ്ടായി. ഞാൻ തന്നെ എന്തെങ്കിലും ഒരു കുസൃതി, എന്തെങ്കിലും ഒരു കുഴപ്പം ബൈബിൾ സ്കൂളിൽ സൃഷ്ടിക്കുമ്പോൾ അവരെന്നെ ഓട്ടോമാറ്റിക് പറഞ്ഞു വിടും എന്ന ഒരു ധൈര്യം എനിക്ക് കിട്ടി. ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ പോകുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഒരാഴ്ചക്കകത്ത് ഞാൻ തിരിച്ചു വന്നിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ പിതാവ് എന്നെ ബൈബിൾ സ്കൂളിൽ പത്തനംതിട്ട കൊണ്ടുപോയി. എനിക്കൊരു പുതിയ ലോകത്തിൽ ഞാൻ പ്രവേശിക്കും പോലത്തെ ഒരു അനുഭൂതിയായിരുന്നു. BBA പടിവാതിലുകൾ ഞാൻ കടക്കുമ്പോൾ വ്യത്യസ്തമായ സഹോദരന്മാർ വളരെ അച്ചടക്കത്തോടു കൂടെയുള്ള വേഷവിധാനങ്ങൾ ധരിക്കുന്നു. നല്ലതുപോലെ തലമുടിയൊക്കെ, ഞാനെങ്കിൽ അന്നത്തെ എല്ലാ ഫാഷനോടുകൂടിയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ബെൽ ബോട്ടം പാന്റും അതുപോലെ തലമുടിയൊന്നും നേരെ വെട്ടാതെ വളരെ ജനീകമായ ഒരു ജീവിതം. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത്ര സ്വർഗതുല്യമായ ജീവിതം നയിക്കുന്ന ഈ കൂട്ടരുടെ ഇടയിൽ എനിക്ക് താമസിക്കാൻ കഴിയില്ല. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു പോകും, എന്നെ പറഞ്ഞു വിടും, ഞാൻ അതുപോലെ എന്തെങ്കിലും ഒപ്പിക്കും എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ അവിടെ പ്രവേശിച്ചു. എന്റെ പിതാവ് എന്നെ അവിടെ കൊണ്ടാക്കി, വളരെ പ്രതീക്ഷയോടുകൂടി അവിടെ കൊണ്ടാക്കി. എന്നിട്ട് തിരിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി. വാസ്തവം പറഞ്ഞാൽ ദൈവം എന്നെ അവിടെ കൊണ്ടുവന്നതാണ്. 10ാം ക്ലാസ്സിൽ മാത്രം പാസ്സായ ഒരാളിന് BBA ഒരിക്കലും അഡ്മിഷൻ കിട്ടുകയില്ല. +2 എങ്കിലും അവിടെ പാസ്സാകണം. പക്ഷെ എന്തോ എനിക്ക് അല്പം ഇംഗ്ലീഷിലൊക്കെ തട്ടിമുട്ടി ചോദിച്ചാലുള്ള ഉത്തരങ്ങളൊക്കെ പറയാനുള്ള ഒരു കപ്പാസിറ്റി അന്ന് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് അവന് കുറച്ചൊക്കെ അറിയാം, എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് മാത്രം എന്നെ അവിടെ അഡ്മിഷൻ തന്നു. അവിടെ പഠിക്കാൻ എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ അവിടെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ പ്ലാൻ ഇടുകയും എങ്ങനെ എന്ത് കുരുത്തക്കേട് ഒപ്പിച്ചാൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആദ്യത്തെ ദിവസവും 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ഒക്കെ അവിടെ സഹോദരന്മാരുടെ സാക്ഷ്യം നടക്കുകയാണ്. സീനിയർ ആയിട്ടുള്ള സഹോദരന്മാർ ചാപ്പലിൽ വൈകുന്നേരം വന്ന് സാക്ഷ്യം പറയും. ആ സാക്ഷ്യങ്ങളെല്ലാം എന്നെ വാസ്തവത്തിൽ ഇരുത്തി ചിന്തിപ്പിച്ചു. എന്നെക്കാട്ടിയും വളരെ മോശമായ ജീവിത സാഹചര്യത്തിൽ ജീവിച്ച യുവ സഹോദരന്മാര് ഈ കർത്താവിന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായി മുമ്പോട്ട് വരുന്ന സാഹചര്യങ്ങളെല്ലാം ആ സാക്ഷ്യത്തിലൂടെ കേട്ടപ്പോൾ എന്റെ ഹൃദയത്തെ അത് വല്ലാതെ ഉലച്ചു. ഇങ്ങനെ ഒരു ജീവിതമുണ്ടോ? ഇത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു ജീവിതം
ഉണ്ട്. ഞാൻ വിചാരിച്ചതുപോലെയുള്ള ലോകപ്രകാര ജീവിതത്തിൽ നിന്നും വളരെ ഭിന്നമായ ഒരു ജീവിത അനുഭവം ഉള്ളത് കൊണ്ടല്ല ഈ സഹോദരന്മാരും അതെല്ലാം വിട്ട് അവിടെ സാക്ഷ്യം പറയുകയും അവിടെ കടന്നു വരികയും വചനം പഠിക്കാനും കർത്താവിന്റെ വേല ചെയ്യാനും തയ്യാറായി വന്നത് എന്ന ചിന്ത എന്നെ ഭരിച്ചു. അവിടെ വെച്ചാണ് പ്രിയ സന്തോഷ് മാത്യു സഹോദരനെ ഞാൻ പരിചയപ്പെടും. തന്റെയും സാക്ഷി ഞാൻ കേട്ടു. അങ്ങനെ പലരുടെയും സാക്ഷ്യങ്ങളാണ് വാസ്തവത്തിൽ എന്നെ ഒന്ന് മാറി ചിന്തിക്കാൻ ഇടയായിത്തീർന്നു. അപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ പറയുവാൻ, ഷിജി, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇപ്പോഴും നിന്റെ ജീവിതത്തെ നീ ദൈവത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തില്ല എങ്കിൽ, നിന്നെ തന്നെ സമർപ്പിച്ചില്ല എങ്കിൽ, നിനക്ക് ഇനി ഒരു ജീവിതം ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നാൽ തരികയില്ല എന്നുള്ള ഒരു സ്വരവും ഒരു ഭയഭീഷണി എന്റെ ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ട്, എനിക്ക് നേരത്തെ അറിയാം ഒരു ദിവസം ദൈവം എന്നെ പിടികൂടും, ഒരു ദിവസം ഞാൻ ദൈവത്തിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടണം എന്നുള്ള ചിന്തയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതോടുകൂടെ ഈ സാക്ഷ്യമെല്ലാം കേട്ടപ്പോൾ വളരെ ചിന്തിച്ചു. ഞാൻ എന്റെ ഹൃദയത്തിന് മെല്ലെ മെല്ലെ പരിവർത്തനം ഉണ്ടാകാനിടയായി തീർന്നു. എന്റെ തീരുമാനങ്ങളെല്ലാം ഞാൻ മാറ്റിക്കളഞ്ഞു. എന്റെ പഴയ കാര്യങ്ങളെല്ലാം ഞാൻ മെല്ലെ മറക്കാൻ തുടങ്ങി. പുതിയ പുതിയ ഒരു സ്വർഗതുല്യമായ ജീവിതമായിരുന്നു എനിക്ക് പത്തനംതിട്ടയിൽ കിട്ടിയത്. അവിടുത്തെ അന്തരീക്ഷം, പാട്ട്, പ്രാർത്ഥന, രാവിലെ എഴുന്നേൽക്കുമ്പം പാട്ട്, പ്രാർത്ഥന, ഇതൊന്നും എനിക്ക് വീട്ടിലില്ലായിരുന്നു. അതുപോലെ എന്റെ സഭയിൽ അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു. ഒരു പശ്ചാത്തലം എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴും ഒരു സ്വർഗത്തിൽ ജീവിക്കും പോലെ നല്ല മനോഹരമായ സാക്ഷ്യങ്ങൾ, വചന പ്രബോധനങ്ങൾ, പാട്ട്, പ്രാർത്ഥന, ഇതെല്ലാം എന്നെ ചിന്തിപ്പിച്ച് മെല്ലെ എന്റെ ഹൃദയത്തിന് പരിവർത്തനമുണ്ടായി. ഞാൻ മാറി ചിന്തിച്ചു. ഞാൻ തീരുമാനമെടുത്തു. അവിടെ ടിജുമോൻ ചാക്കോ ബാംഗ്ലൂരിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ ഒരു സഹോദരന്റെ സാക്ഷ്യം, അദ്ദേഹത്തിന്റെ സാക്ഷ്യം എന്നെ സ്വാധീനിക്കാൻ കാരണം, ഞാൻ പഠിക്കാൻ പോയ അതേ ട്രേഡ് അദ്ദേഹം പഠിച്ചു. AC മെക്കാനിക്കൽ പഠിച്ചു. അദ്ദേഹം ആ ട്രേഡിൽ ബാംഗ്ലൂരിൽ ജോലി ചെയ്ത് ഇരിക്കവേ അദ്ദേഹം കർത്താവിന്റെ വിളി കേട്ട് ആ ജോലി രാജിവെച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി താര് പഠിക്കാൻ BBAയിൽ വന്ന സാക്ഷ്യമാണ് എന്നെ കൂടുതൽ ഇംപ്രസ് ചെയ്തത്. എന്റെ മാതാപിതാക്കൾ കാശ് മുടക്കി എന്നെ AC മെക്കാനിക്കൽ പഠിപ്പിച്ച് ആ ഒരു നല്ല ജോലി വാങ്ങിച്ചു തരാൻ ആഗ്രഹിച്ചപ്പോൾ ഇവിടെ ഇതാ ആ ജോലി ഉണ്ടായിരുന്ന ഒരാള് അത് കളഞ്ഞിട്ട് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നെങ്കിൽ ഇത് എന്തോ ശ്രേഷ്ഠമാണല്ലോ, എന്തോ വ്യത്യാസമുള്ളതാണല്ലോ എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. ഞാൻ ആ സാക്ഷ്യത്തോടുകൂടെ എന്റെ പഴയ കാര്യങ്ങളെല്ലാം ഞാൻ ഓഫാക്കി. ഞാൻ ഇനി പഴയ ജീവിതത്തിലോട്ട് പോകുകയില്ല. ഞാൻ ഇത് നല്ല മകനായിട്ട് ജീവിക്കും എന്ന തീരുമാനം ഞാൻ വെളിയിലാർത്തും പറഞ്ഞില്ല. എന്റെ ഹൃദയത്തിൽ ഞാൻ എടുത്തു. ഞാൻ ദൈവമേ, എനിക്ക് അങ്ങനെ ഒരു അവസരം നന്നാവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങ് അവസരം തന്നാ ഞാൻ നന്നായിക്കോളാം, ഞാൻ നന്നായിട്ട് ജീവിക്കാം. ഇനി എനിക്ക് പഴയ കൂട്ടുകെട്ടും വേണ്ട, പഴയ ജീവിത ശൈലിയും വേണ്ട, പഴയ സ്വഭാവങ്ങളൊന്നും വേണ്ട. ഞാൻ നന്നായിട്ട് ജീവിക്കാം. പക്ഷെ എനിക്ക് ഇവിടെ പഠിക്കാൻ തുടരാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് ബൈബിൾ ABCD അറിഞ്ഞൂടാ. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ നേരെ അറിയില്ല, മലയാളം നേരെ അറിയില്ല, ഒരു ഭാഷയും പൂർണ്ണമായി നേരെ അറിയില്ല. എല്ലാം കുറച്ച് മാത്രമേ അറിയാവൂ. എനിക്കിവിടെ പഠിക്കാൻ പറ്റും. വളരെ തിയോളജിക്കലായിട്ട് ആഴത്തില് വചനം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ആ ഒരു ആശങ്ക എനിക്ക് ഉണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്നവരും ക്ലാസ് ഒക്കെ ആരംഭിച്ചു. ഞാൻ വളരെ കണ്ണുനീരോടുകൂടിയാണ് ആ ക്ലാസ് കണ്ടതും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. യൂദയുടെ പുസ്തകം എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഇൻഡെക്സ് തുറന്ന് നോക്കും. വെളിപ്പാട് പുസ്തകം എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഇൻഡെക്സ് നോക്കും. അങ്ങനെ വളരെ നാണം കെട്ടും, വളരെ വിഷമിച്ചു. പക്ഷെ ആ ഒരു വർഷക്കാലം ഞാൻ ബൈബിൾ വായിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഫ്രീ ടൈമിലും ഗെയിം ടൈമിലും എല്ലാം എന്റെ കൂട്ടുകാർ കളിക്കാൻ പോകുമ്പോഴെല്ലാം ഞാൻ ബൈബിൾ വായിച്ചു. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1-2 തവണ ബൈബിൾ വായിച്ച് പൂർത്തിയാക്കാനും ഏകദേശം ഒരു ഐഡിയ കിട്ടാനും സന്തോഷത്തോടെ എനിക്ക് അവിടെ പഠിക്കാൻ ഇടയായി തരണം. ഇതിന്റെ ഇടയിലും ഞാൻ അന്ന് പറഞ്ഞിട്ട് വന്നു, ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വീട്ടിൽ വരും. കൃത്യമായിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, എന്റെ കവിളില് ഒരു ചെറിയ വീക്കമുണ്ടായി. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ ഈ മൊണ്ടിനീരെന്നൊക്കെ പറയും. അപ്പൊ അത് പടരുന്ന അസുഖമായതുകൊണ്ട് അധ്യാപകർ പറഞ്ഞു, ഷിജി വീട്ടിൽ പോയി ഇതൊന്ന് കുറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ തിരിച്ച് ബസ് കയറ്റി അയച്ചു. അന്ന് ഫോണൊന്നുമില്ല, വീട്ടിൽ വിളിച്ച് പറയാൻ വീട്ടിലും ഫോണില്ല, എന്റെ കയ്യിലും ഫോണില്ല. അപ്പൊ ഏതായാലും എനിക്ക് ബസ് കയറി പോകാനുള്ള വഴി പറഞ്ഞു തന്ന് ഇന്ന ബസ് കയറി ഇന്നടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടില് നടന്നു വന്നപ്പോൾ എന്റെ മാതാപിതാക്കള് നെഞ്ചത്തടിച്ചോണ്ട് വിളിക്കാൻ തുടങ്ങി. അയ്യോ, ദാ അവൻ തിരിച്ചു പറഞ്ഞതുപോലെ വന്നു എന്ന് മാത്രമല്ല എന്റെ കവിള് വീങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവര് വിചാരിച്ചു അവിടെ എന്തോ തല്ലുണ്ടാക്കി അടിയൊക്കെ കിട്ടി അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ് ഈ കവിള് കണ്ടപ്പോൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല പപ്പ, അങ്ങനെയല്ല അമ്മ, എനിക്കിത് മൊണ്ടിനീരാണ്. അത് വിശ്വസിച്ചില്ല. ഉടനെ എന്റെ പപ്പ അടുത്ത് ജംഗ്ഷനിൽ ഒരു ബൂത്ത് ഉണ്ട്, ടെലിഫോൺ ബൂത്ത് കയറി ഒരു പ്രിൻസിപ്പൽ അവിടെ BBAയിൽ വിളിച്ചു. KC ജോൺ സാറ് ഫോൺ എടുത്ത്
ഇങ്ങനെ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ലല്ല, ഷിജിക്ക് മുണ്ടിനീരായതുകൊണ്ട് അത് പടരാതിരിക്കാൻ ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് വേണ്ടി വീട്ടിൽ വിട്ടതാണെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾക്ക് ശ്വാസം നേരെ വിടാൻ സാധിച്ചത്. എന്റെ വാക്ക് അവർ അംഗീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വളരെ മാറ്റമുള്ളവനായിട്ട് മടങ്ങി വന്നു. ഞാൻ വന്നെന്നറിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സന്തോഷമായി. അവൻ പറഞ്ഞു, ഷിജി പറഞ്ഞതുപോലെ തന്നെ വന്നല്ലോ, ഏതായാലും ഷിജിയെ കാണാൻ എൻ്റെ കൂട്ടുകാരെല്ലാം വന്നു. ഞാൻ പറഞ്ഞു, അയ്യോ, എനിക്കിനി പഴയ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല, ഞാൻ ഇനി അങ്ങനെ വരും, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകും, ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞ് അവരോടെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെന്നെ നല്ലതുപോലെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ദൈവം എന്നെ സഹായിച്ചു. ഞാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എന്നെ കൊണ്ട് ഒരിക്കലും അത് സാധിക്കുകയില്ലായിരുന്നു. ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതിൽ ഉറച്ചു നിന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠനത്തിന് പോയി. ഞാൻ എൻ്റെ പഠനം തുടർന്നു. അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു, മനസ്സിലാക്കാൻ സാധിച്ചു. സുവിശേഷ വേല എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ, ഒരു 1.5 വർഷം ആയപ്പോഴും കർത്താവിന്റെ വേല ചെയ്യാൻ ഉള്ള ഒരു പ്രേരണ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയും ഞാനത് അവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു. എന്നാൽ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല. ആദ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞത് ബൈബിൾ സ്കൂളിലാണ്. എന്നെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നു എന്നുള്ള ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവം എന്നെ അതിനുവേണ്ടി വിളിക്കുന്നു എന്ന് മനസ്സിലാക്കി ഞാനത് അവിടെ ബൈബിൾ സ്കൂളിൽ സാക്ഷ്യം പറഞ്ഞു. പിന്നെ ലീവിന് വന്നപ്പോഴാണ് ഞാൻ കത്ത്, സാധാരണ അന്ന് ഫോണില്ല, കത്ത് എഴുതും. എനിക്ക് മലയാളത്തിൽ കത്ത് എഴുതാൻ നല്ല വശമില്ലാത്ത ഞാൻ അങ്ങനെ കത്ത് എഴുതാറില്ല. വീട്ടുകാർ ഇത് അറിഞ്ഞില്ല. ഞാൻ വീട്ടിൽ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ വീട്ടുകാർ, അയ്യോ, അങ്ങനെ ഒരു മണ്ടത്തരം ഒന്നും നീ എടുക്കരുത്, നിനക്ക് അതിനുള്ള കഴിവില്ല, പ്രാപ്തിയില്ല, നിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നിന്നെ ദൈവം വിളിക്കാൻ ഒരു സാധ്യതയുമില്ല, നിനക്ക് ബൈബിൾ നേരെ അറിഞ്ഞുകൂടാ, നിനക്ക് സ്വഭാവമില്ല, നീ സാക്ഷ്യമില്ലാത്തവനാണ്, നീ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുതിരണ്ട, നിനക്ക് അങ്ങനെ താല്പര്യമാണെങ്കിൽ നീ ഒരു ജോലി ചെയ്തിട്ട് അതിന്റെ കൂടെ സുവിശേഷ വേല ചെയ്യുക, അല്ലാതെ പൂർണ്ണ സമയം സുവിശേഷകനാകത്തക്കവണ്ണമുള്ള ഒരു പ്രാപ്തി നിനക്കില്ല, ദൈവം നിന്നെ അതിനുവേണ്ടി വിളിക്കുകയുമില്ല എന്ന നിലയിലായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെ പ്രതികരണം. നല്ലതുപോലെ തന്നെ ആ തീരുമാനത്തിൽ നിന്ന് അവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഈ അടുത്ത കാലം വരെയും അവർ ശ്രമിച്ചു. എൻ്റെ പിതാവ് പ്രത്യേകിച്ച് എനിക്കൊരു നല്ല സർക്കാർ ജോലിയൊക്കെ വാങ്ങിച്ചു തരണമെന്നായിരുന്നു ആഗ്രഹം. പറഞ്ഞു, ഇന്ന ആരെ കണ്ടില്ലേ, അവരെ കണ്ടില്ല, അവരൊക്കെ സുവിശേഷ വേല ചെയ്യുന്നുണ്ടല്ലോ, അവരൊക്കെ ജോലി ചെയ്ത് ആ കാശ് കൊണ്ടാണ് സുവിശേഷ വേല, നീ ഈ മറ്റുള്ളവരുടെ കാശ് വാങ്ങിച്ച് സുവിശേഷ വേല ചെയ്യണേക്കാട്ടി അതല്ലേ നല്ലത് എന്നൊക്കെ. പക്ഷെ ഞാൻ കർത്താവിനെ വിളിച്ച് എനിക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഞാനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ഞാൻ തിരിച്ച് ലീവ് കഴിഞ്ഞ് പോയി. എൻ്റെ പഠനം തുടർന്നു കൊണ്ടേയിരുന്നു. ഞാൻ 3 വർഷത്തെ പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങി വന്നു. കർത്താവിന്റെ വേല എവിടെ ചെയ്യണം എന്നുള്ള ചിന്ത രണ്ടാമത്തെ ചോദ്യമായിരുന്നു. എനിക്ക് അല്പം ഹിന്ദി, ഞാൻ ഗോവയിൽ 3 വർഷം ഉണ്ടായിരുന്നതുകൊണ്ട് അല്പം ഹിന്ദിയൊക്കെ വശമുള്ളത് കൊണ്ട് വടക്കേന്ത്യയിൽ പോകാം. അപ്പോൾ എൻ്റെ ബൈബിൾ സ്കൂളിലെ ഒരു 6-7 സഹോദരന്മാർ വടക്കേന്ത്യയിൽ നിന്ന് വന്നവരാണ്. അവരുമായിട്ടുള്ള ചങ്ങാത്തമൊക്കെ എനിക്ക് ഉണ്ടായത് കൊണ്ട് എൻ്റെ ഹിന്ദി കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ആകാൻ സാധിച്ചു. അപ്പൊ ദൈവത്തോട് ഞാൻ വടക്കേന്ത്യയിൽ പോകാം. കാരണം നാട്ടിൽ എനിക്ക് വലിയ സാക്ഷിയൊന്നുമില്ല, ഞാൻ എങ്ങനെ മഹാ തല്ലിപ്പുളിയായിട്ട് നടന്നതാണ്. അവിടെ പോയി ഇനി സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്നെ കൂടുതൽ കളിയാക്കത്തേ ഉള്ളൂ, ദൈവനാമം ദുഷിക്കത്തേ ഉള്ളൂ എന്നെ പോലെ ഒരാൾ നാട്ടിൽ സുവിശേഷ വേല ചെയ്താൽ. അതുകൊണ്ട് ഞാൻ നാട് വിട്ട് എവിടെയെങ്കിലും പോയി സുവിശേഷ വേല ചെയ്യാം എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു എനിക്കുണ്ടായിരുന്നെങ്കിലും കർത്താവ് പറഞ്ഞു, നീ എവിടെയാണ് എന്റെ സാക്ഷ്യത്തെ കെടുത്തിയത് അവിടെ നീ എന്റെ സാക്ഷിയാകണമെന്നുള്ള ഒരു നിർബന്ധം ദൈവം എന്റെ ഹൃദയത്തിൽ തന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ നാട്ടിൽ തന്നെ സുവിശേഷ വേല ചെയ്യാൻ തീരുമാനിച്ചു. അത് മാത്രമല്ല, പുല്ലാന്നുള്ള സഭയിൽ അന്നൊരു സുവിശേഷമില്ല. 82 വയസ്സ് പ്രായമുള്ള അപ്പച്ചൻ വിറച്ചുകൊണ്ട് ഞായറാഴ്ച മാത്രം ഒന്ന് ശുശ്രൂഷിച്ച് പോകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ആ സഭയ്ക്ക് ഒരു സുവിശേഷകന്റെ ആവശ്യമായിരുന്നു. എൻ്റെ നാട്ടില് ഒരു സാക്ഷ്യത്തിന്റെ ആവശ്യമായിരുന്നു. അതെല്ലാം ദൈവം എൻ്റെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ഞാൻ നാട്ടിൽ തന്നെ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി തുടർന്നു. അങ്ങനെ ഞാൻ നാട്ടില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നു. എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ സുവിശേഷം പറയാതെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തില് ഞങ്ങളുടെ നാട്ടിലൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അന്ന് മുമ്പോട്ട് വരികയുണ്ടായി. ആദ്യത്തെ ബൈബിൾ സ്കൂളിൽ വന്ന് 2ാമത്തെ മാസം എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിന്റെ പരിസരത്ത് YMF-ന്റെ ഒരു ടീം പ്രവർത്തനം സംഘടിപ്പിച്ചു. ഞാൻ സഹോദരന്മാരെ ഇങ്ങനെ നാട്ടിൽ YMF-ന്റെ പ്രവർത്തനമുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ കാണുന്നതും കേൾക്കുന്നതും. എന്നാൽ അവരെ വീട്ടിൽ വരുത്തി ആ നാട്ടിൽ സുവിശേഷം പറയാൻ തീരുമാനിച്ചു. അന്ന് തന്നെ ഞാൻ അവരെ എല്ലാം അന്ന് ഓരോ സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടാക്കി. ഞാൻ ഇന്നടത്ത് 2 ടീം പോകട്ടെ, ഇന്നടത്ത് 2 ടീം പോകട്ടെ എന്ന് പറഞ്ഞ സഹോദരന്മാരെല്ലാം ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ആക്കി. ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചു. ഞാൻ ഒറ്റയ്ക്ക് വേറെ സഹോദരന്മാരെ കൊണ്ട്
ഈ സ്ഥലങ്ങളിലൊക്കെ പോകാനും അവിടെയൊക്കെ വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും ഒരു കത്തോലിക്ക വീട് കിട്ടി അവിടെ ഒരു ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. അവിടെ ചിൽഡ്രൻസ് ക്ലബ്ബ് തുടങ്ങി, ബൈബിൾ ക്ലാസ് തുടങ്ങി. അവിടുന്ന് 1-2 കുടുംബം ദൈവകൃപയിലേക്ക് വന്നു. ഇന്ന് ഒരു പുല്ലാന്നുള്ള സഭയിൽ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ പുല്ലാന്നുള്ള പരിസരങ്ങളിലെല്ലാം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ എന്റെ മനസ്സിൽ എനിക്ക് വടക്കേന്ത്യയിൽ പോകണം എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. പക്ഷെ ഇവിടുത്തെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവമേ എനിക്ക് വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും പോകാനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഏതാണ്ട് 18 വർഷം മുമ്പ് ഞാൻ വടക്കേന്ത്യ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ അവിടെ കൂട്ടു സഹോദരന്മാരോടൊപ്പം പോയി പ്രവർത്തനത്തിൽ സഹകരിച്ചു. ഞാനായിട്ടൊന്നും ചെയ്തില്ല, അവരോടൊപ്പം പോയി സഹകരിച്ചു. ആ സഹകരണം ഇന്നും കൊണ്ട് 18 വർഷമായിട്ട് എല്ലാ വർഷവും 2-3 തവണ ഞാൻ ഇന്ത്യയുടെ പല ഭാഗം, ജമ്മു കാശ്മീർ മുതൽ ഞാൻ തമിഴ്നാട് വരെ ഞാൻ എല്ലാ സംസ്ഥാനവും അല്ലെങ്കിൽ കുറെ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനും ഇടയായിത്തീർന്നു. മാത്രമല്ല എന്റെ സഭയിലും സഭ പിന്നെ കാലക്രമേണ വളരാനിടയായിത്തീർന്നു. പുതിയ പുതിയ ആൾക്കാർ വരാനിടയായിത്തീർന്നു. പ്രത്യേകിച്ച് ഇവിടെ ടെക്നോ പാർക്കിന്റെ അടുത്താണ് ഞങ്ങളുടെ സഭ ആയതുകൊണ്ട് ഈ ടെക്നോ പാർക്കിൽ ജോലിക്ക് വരുന്ന പല സഹോദരന്മാർ അടുത്ത സഭ ആയതുകൊണ്ട് അങ്ങനെ അവരിവിടെ വന്ന് സഹകരിച്ചു. അങ്ങനെ സഭയുടെ ആൾബലം കൂടി, അവിടുത്തെ ശുശ്രൂഷകളെല്ലാം വ്യാപിച്ചും എന്റെയും വിഷനും ഭാരങ്ങളെല്ലാം ഞാൻ സഭയിൽ അറിയിച്ചപ്പോൾ എന്നെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ചു സഭ. വടക്കേന്ത്യയിൽ പോകാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ സഹകരിക്കാനൊക്കെ സഭ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞാൻ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ വടക്കേന്ത്യയിലെ പല ഭാഗങ്ങളിൽ കഴിഞ്ഞ ഏപ്രിലും പോയി, 3 മാസം മുമ്പ് പോയി. അങ്ങനെ പറ്റുമ്പോഴെല്ലാം ദൈവം തരുന്ന സാവകാശം അനുസരിച്ച് പോയി വരാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ സഭയായിട്ട് വടക്കേന്ത്യയിലുള്ള പല പ്രവർത്തനങ്ങൾക്ക് എളിയ നിലയിൽ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കൂടെ ചില സഹോദരന്മാർ ചിലപ്പോഴൊക്കെ വരാറുണ്ട് സഭയിൽ നിന്ന് വടക്കേന്ത്യ സന്ദർശിക്കാൻ. അങ്ങനെയുള്ള വടക്കേന്ത്യ പ്രവർത്തനങ്ങളിൽ എനിക്ക് ഏർപ്പെടാൻ ദൈവം സഹായിച്ചു. അപ്പോൾ തന്നെ ഇവിടെ തിരുവനന്തപുരത്തും എന്റെ മാതൃസഭയായ പുല്ലാന്നുവിളയിൽ നിന്നുകൊണ്ട് പലയിടങ്ങളിൽ പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് അവസരം തരുന്നുണ്ട്. അത് മാത്രമല്ല ചെറിയ ചെറിയ സഭകൾ, ഒന്ന് ഒരു എയർപോർട്ടിൽ ഒരു 4 കുടുംബമുള്ളൊരു സഭയുണ്ട്. അവിടെ സുവിശേഷകന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ ക്ഷണിച്ചു വന്ന് സഹായിക്കാമോ, അങ്ങനെ ഞാൻ അവിടെ പോയി സഹായിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ദൈവം സഹായിച്ച് എന്റെ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ദൈവം എന്നെ വളരെയധികം സഹായിച്ചു. കർത്താവിന്റെ വേല ചെയ്യാൻ ഒരു പ്രാപ്തിയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത, വെറും മടയനായ, ബൈബിൾ ജ്ഞാനം ഒട്ടുമില്ലാത്ത എന്നെ ദൈവം കർത്താവിന്റെ വേലയിൽ സഹായിച്ചു ഉപയോഗിച്ചു. എനിക്ക് ഏറ്റവും അഭിമാനത്തോട് പറയാനുള്ളത് എന്റെ പ്രാദേശിക സഭയെ കുറിച്ചാണ്. എന്നെ ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സഭ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നതും ഈ കർത്താവിന്റെ വേല എന്ന് ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടും എന്നെയും എന്റെ കുടുംബത്തെയും ദൈവം ആ സഭ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഞാൻ വിവാഹിതനായി തിരുവനന്തപുരത്തെ ഒരു സുവിശേഷകൻ KC ജപസിംഗ് എന്ന് പറയുന്ന ദേവദാസന്റെ 3ാമത്തെ മകൾ സുജയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്നു. അക്സ എന്നാണ് മൂത്ത മകളുടെ പേര്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ മകന്റെ പേര് ആരോൻ എന്നാണ്, അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3ാമത്തെ മകന്റെ പേര് ആൻഡ്രൂ എന്നാണ്, അവൻ UKG പഠിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് എന്റെ പിതാവ് 3 വർഷം മുമ്പ് കർത്തൃസേനയിൽ ചേർക്കപ്പെട്ട് ഞങ്ങളോടൊപ്പം അമ്മയുണ്ട്. ഞങ്ങൾ 3 പേരും കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് ഈ പുല്ലാന്നുള്ള സഭയിൽ കർത്താവിനെ ആരാധിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നുണ്ട്. ഞങ്ങൾ വടക്കേന്ത്യയിലുള്ള പ്രവർത്തനങ്ങളിൽ ഈ കഴിഞ്ഞ 18 വർഷക്കാലം ഏർപ്പെട്ടത് കൊണ്ട് കൂടുതൽ എന്തെങ്കിലും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വടക്കേന്ത്യക്ക് വേണ്ടി ചെയ്യണം എന്ന ചിന്തയും പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഒരു ബൈബിൾ സ്കൂൾ, വടക്കേന്ത്യയിലുള്ള സുവിശേഷകന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ബൈബിൾ സ്കൂൾ ആരംഭിക്കാനുള്ള ഒരു ആശയം ദൈവം തന്നു, ആലോചന തന്നു. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന ജൂലൈ 5-ാം തീയതി അതിന്റെ സ്തോത്ര പ്രാർത്ഥന ഇനാഗുറേഷൻ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. 12 വിദ്യാർത്ഥികൾ ഒറീസയിൽ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് 12 പേര് ആ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ അഡ്മിഷൻ എടുത്ത് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സഭയുടെ അടുത്ത് ഒരു 2 നില വീട് വാടകയ്ക്കെടുത്ത് മോളിൽ അവരെ താമസിപ്പിച്ച് താഴെ അവരെ പഠിപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്തു വരുന്നുണ്ട്. പത്തനംതിട്ട BBAയിലെ എന്റെ പ്രിയപ്പെട്ട അധ്യാപകരാണ് അവിടുത്തെ അധ്യാപകർ, ബഹുഭൂരിപക്ഷമുള്ള അധ്യാപകർ. അവര് കടന്നു വന്ന് സഹകരിക്കാം, ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ ആ ശുശ്രൂഷ വരുന്ന 5-ാം തീയതി ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. സഭയായിട്ട് ഈ ദിവസങ്ങളിൽ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടുകൂടെ മുമ്പോട്ട് പോകുന്നുണ്ട്. വലിയ ഇത് ഇറങ്ങി തിരിച്ചപ്പോഴാണ് മാസം 1 ലക്ഷം രൂപ മിനിമം ചെലവ് വരും. ഇതെങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു ചിന്തയായി. പിന്നെ പ്രാർത്ഥനയോടുകൂടെ മുമ്പോട്ട് പോകുന്നു. ഒരു സഹോദരൻ തിരുവനന്തപുരത്ത് ആർദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. വേറെപ്പെട്ട സഹോദരന്മാർ പ്രവർത്തിക്കുന്ന ആരംഭിച്ച ഒരു ട്രസ്റ്റാണ്. അവര്
ഈ കെട്ടിടത്തിന്റെ വാടക തുക തരാമെന്ന് വാക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അതിന് സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചത്. ആ വാടക അവർ തരും. ബാക്കിയുള്ള കാര്യങ്ങൾ സഭയായിട്ട് ഞങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെയും വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ഇത്രയുള്ള ലക്ഷ്യം. നമുക്കറിയാം ബൈബിൾ സ്കൂളൊക്കെ ധാരാളം നമ്മുടെ കേരളത്തിലുണ്ട്, അത് അത്യാവശ്യമാണ്. എന്നാൽ ഈ 2-3 വർഷമൊക്കെ നാട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഒരുപാട് പേരെ കണ്ടെത്താൻ സാധിച്ചു. ഒരു 4 മാസം, ഒരു 6 മാസത്തെ ചെറിയ കാല കോഴ്സൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാൻ സാധിച്ചു. അതിന്റെ വെളിച്ചത്തിലാണ് 4 മാസത്തെ ഒരു ഹ്രസ്വകാല ബൈബിൾ പഠന കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. 20 സബ്ജക്ട് പ്രധാനമായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കഴിവില്ല എങ്കിലും പ്രാപ്തിയില്ല എങ്കിലും മനസ്സുണ്ടെങ്കിൽ കർത്താവ് തന്റെ മഹത്വത്തിന് വേണ്ടി ആരെയും ഉപയോഗിക്കും, എങ്ങനെ ഉള്ളവനെയും ഉപയോഗിക്കുമെന്നതിന്റെ ഒരു തെളിവാണ് എന്റെ ജീവിതം. അല്ലാതെ എനിക്ക് പ്രശംസയായിട്ട് പോകാൻ അന്നുമില്ല, ഇന്നുമില്ല, ഒരു കാലത്തുമില്ല. ദൈവം എന്നെ സഹായിക്കുന്നു. ദൈവത്തിന്റെ വേല ചെയ്യാൻ എനിക്ക് അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ധാരാളം അവസരങ്ങളുണ്ട്, ചെയ്യുന്നില്ല എന്നുള്ളൊരു കുറ്റം മാത്രമേ എനിക്കുള്ളൂ. കർത്താവ് രാവിലെ എഴുച്ചാൽ ധാരാളം അവസരങ്ങൾ കർത്താവിന്റെ വേല ചെയ്യാനുണ്ട്. പഴയ സഹോദരന്മാരോടൊപ്പം ചേർന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സന്തോഷ് മാത്യു സഹോദരനും ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള ഒരു മിനിസ്ട്രിയിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് സഹകരിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ TBF ട്രിവാൻഡ്രം ബ്രദർ ആൻഡ് ഫെലോഷിപ്പ് എന്ന പേരിൽ ഒരു മിനിസ്ട്രി ഞങ്ങൾ ആരംഭിച്ചു. അതിന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ ഒരു സഭാകൂടീരം ഉണ്ടാകണം. അവിടെ മുക്കിന് ക്ഷേത്രവും അതുപോലെ മുസ്ലിം മോസ്കും പള്ളിയാണ്. ഒരു സഭ അവിടെ ഇല്ല. അതിന്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇല്ല. അതൊരു വലിയ ആവശ്യം എന്നുള്ള ചിന്ത കൊണ്ട് ഈ കാൽവരിനാഥൻ മിനിസ്ട്രിയിലെ പ്രിയ സന്തോഷ് മാത്യു സഹോദരനും ആമൻ കുര്യൻ അങ്കിളും ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. ഫിന്നി വി ജോൺ എന്ന് പറയുന്ന സഹോദരനും ഞങ്ങൾ 4 പേര് ചേർന്നാണ് അവിടുത്തെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെയും വിലപ്പെട്ട പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഞാൻ എന്റെ സാക്ഷ്യ വാക്കോടെ അവസാനിപ്പിക്കുന്നു. എന്റെ സമയം 8:30 വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ 5 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ ആലോചന പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എന്നെയും കുടുംബത്തെയും പുല്ലാന്നുള്ള സഭയെയും സഭ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിന് വിരമിക്കുന്നു. വേഗം നമുക്ക് ശമൂവേലിന്റെ 1-ാം പുസ്തകം 23-ാം അധ്യായം, ശമൂവേലിന്റെ 1-ാം പുസ്തകം 23-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിന്ന് ഞാൻ മുഴുവനും വായിച്ച് തീർക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 3 വ്യക്തികളെയാണ്. ഒന്ന് ദാവീദ്, മറ്റൊന്ന് യോനാഥാൻ, മൂന്നാമത് ശൗൽ. അദൃശ്യനായ ദൈവവും അവിടെ ഉണ്ട്. ആ വേദഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. രാജകീയമായ സ്ഥാനമാനങ്ങളൊക്കെ തനിക്ക് ലഭിച്ചുവെങ്കിലും അത് അക്ഷരാർത്ഥത്തില് പ്രാവർത്തികമാക്കാൻ കഴിയാതെ ശൗലിനെ ഭയപ്പെട്ട് വനങ്ങളിലും ഗുഹകളിലും മരുഭൂമിയിൽ പാർക്കേണ്ടി വരുന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രക്ഷിക്കപ്പെട്ട നമുക്കും ദൈവം വലിയ ആദരവും അംഗീകാരം തന്നിട്ടുണ്ട്. നാം സ്വർഗീയ പൗരന്മാരാണ്, രാജകീയ പുരോഹിത വർഗമാണ് നാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. സ്വർഗതുല്യമായ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളവരാണെങ്കിൽ പോലും ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഈ മരുഭൂമിയിലാണ്. ഇവിടെ നമുക്ക് ക്ലേശമുണ്ട്, ഇവിടെ ശത്രുവുണ്ട്, ഇവിടെ പോരാട്ടമുണ്ട്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ പ്രതികൂലങ്ങളുണ്ട്. അപ്പൊ ദാവീദ് ചിന്തിക്കും, ദൈവമേ എന്നെ നീ രാജാവ്, ഞാൻ കാട്ടില് ആടിനെയൊക്കെ മേച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുമായിരുന്നു. എന്നെ നീ രാജാവാക്കിയപ്പോൾ വധഭീഷണിക്ക് ഞാൻ വിധേയപ്പെട്ടേണ്ടിയും വരുന്നു. എനിക്ക് ഭക്ഷണമില്ല, എനിക്ക് വീടും നാടും കൂടൊന്നും ഇല്ലാതെ ഞാൻ വനത്തിൽ വലയേണ്ടി വന്നല്ലോ എന്നുള്ള ചിന്തയൊക്കെ ദാവീദിനെ ഭരിച്ചു കാണും. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം ഒരു യോദ്ധാവിനെ, ഒരു ആത്മീയ പുരുഷനെ വാർത്തെടുക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന ഒരു സ്ഥാനമാണ് മരുഭൂമിയുടെ അനുഭവം. മരുഭൂമിയിലൂടെ അല്ലാതെ ദൈവത്തിന് ഒരു മഹത് വ്യക്തിയെ വാർത്തെടുക്കാൻ കഴിയില്ല. ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തില് അനിവാര്യമായ ഒരു അനുഭവമാണ് മരുഭൂമിയുടെ അനുഭവം. എന്റെയും ക്രിസ്തീയ ജീവിതത്തില് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നന്നായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച അന്ന് തൊട്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും, ഞാൻ എന്റെ മാതാപിതാക്കൾ, എന്റെ പിതാവ് പോലും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ തരികയില്ല. നീ യഥാർത്ഥ സുവിശേഷകരാണെങ്കിൽ, നിന്നെ യഥാർത്ഥമായിട്ട് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ പോറ്റും, ഞാൻ നിന്നെ പോറ്റേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ 50 രൂപയ്ക്ക് പോലും വേണ്ടി കരഞ്ഞ ദിവസങ്ങളുണ്ട്. പെട്രോൾ അടിക്കാൻ പൈസയില്ല, പ്രവർത്തനത്തിന് പോകാൻ പെട്രോൾ അടിക്കാൻ പൈസയില്ല. ഞാൻ വളരെ വിഷമിച്ച ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു.
എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ പൈസ ഇല്ല, ധനമില്ല. ഞാൻ അങ്ങനെ വിഷമിച്ചെങ്കിലും ദൈവം പല മുഖാന്തരങ്ങളിലൂടെ എന്നെ വഴി നടത്തി. ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ജോലിക്ക് പോകാം, കാരണം വീട്ടിൽ നിന്ന് എനിക്ക് സപ്പോർട്ടില്ല. എന്റെ സഭയിലാണെങ്കിൽ അന്ന് 8 പേരേ ഉള്ളൂ. ആകപ്പാട 100 രൂപ സ്തോത്ര കാഴ്ച കിട്ടും. അത് എന്തിന് ആകും എന്നെ സപ്പോർട്ട് ചെയ്യാൻ സഭയ്ക്ക് അന്ന് പ്രാപ്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പാർട്ട് ടൈം ജോലിയിൽ ഏർപ്പെടാം. ഞാൻ 1 മാസം ഒരു ജോലിക്ക് പോയി. എല്ലാ ദിവസവും രാവിലെ 7:30 മണിക്ക് ഒരു ഓഫീസിൽ ചെല്ലും. അവരെനിക്കൊരു ലിസ്റ്റ് തരും. പിന്നെ വൈകിട്ട് 7 മണിക്ക് അവിടെ ചെന്നാൽ മതി. ഈ ലിസ്റ്റിലുള്ള 10 പേരെ കാണണം. അവരെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച്, ഈ ചെക്ക് ബൗൺസായ ആൾക്കാരാണ്, ആ കാശ് വാങ്ങിച്ച് കൊടുത്താൽ മതി. എനിക്ക് പ്രവർത്തനത്തിന് തടസ്സമില്ല. ഞാൻ രാവിലെ 7:30 അവിടെ പോകും, ഈ പ്രവർത്തനത്തിനും പോകും. പിന്നെ പോണ വഴിക്ക് 5-6 വീട്ടിൽ കയറി ഈ പൈസയും മേടിച്ച് വൈകിട്ട് ഇങ്ങനെ ഒരു സമ്പ്രദായത്തിൽ ഞാൻ ഏർപ്പെട്ടു. 1 മാസം തികച്ചു. എന്റെ ശമ്പളം വാങ്ങിക്കാൻ പോകേണ്ട ഒരു ദിവസം വന്നു. കർത്താവ് എന്നെ പഠിപ്പിച്ചു, നിന്റെ ശമ്പളം കൊണ്ടല്ല നീ സുവിശേഷ വേല ചെയ്യേണ്ടത്. അന്ന് ദിവസം രാവിലെ ഞാൻ സന്തോഷത്തോടെ, എനിക്കിന്ന് 4500 ശമ്പളം തരാമെന്ന് പറഞ്ഞാണ് ഞാൻ ജോലിക്ക് ചേർന്നത്. ഞാൻ ആ 4500 കൊണ്ട് പെട്രോൾ അടിച്ച് സുവിശേഷ വേല ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. അന്ന് ശമ്പളം വാങ്ങിക്കുന്ന ദിവസം രാവിലെ ഞാൻ പോകുന്ന വഴിയില് എന്റെ അധ്യാപകൻ 1 വർഷം കഴിഞ്ഞ്, എന്നെ ഒരു പരിചയമില്ല, മറന്നു കാണുമെന്ന് വിചാരിച്ചു, ഉമ്മൻ ഫിലിപ്പ് സാറ് എന്നെ ഫോൺ വിളിച്ചു. എന്റെ നമ്പർ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയത് എനിക്ക് ഇന്നും അറിയില്ല, അന്നും അറിയില്ല. എങ്ങനെയോ കിട്ടി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷിജി രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ വരണം. അപ്പൊ ഞാൻ അവിടെ 7:30 മണിക്ക് എനിക്ക് ഓഫീസിൽ ചെന്നാൽ മതി. ഞാൻ 7 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം എന്നെ കുശലാന്വേഷണമൊക്കെ, ഞാൻ അവിടെ ജോലിക്ക് പോയ കാര്യമൊന്നും പറഞ്ഞില്ല, സാധാരണ സുവിശേഷ വേലയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ച് മടക്കി അയക്കുമ്പോൾ, അന്ന് ഏതാണ്ട് 20 വർഷം മുമ്പ് എനിക്ക് ഒരു 1000 രൂപയുടെ ഒരു നോട്ട് മടക്കി എന്റെ പോക്കറ്റിൽ വെച്ചു. ഞാൻ അതും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി തുറന്നു നോക്കിയപ്പോ 1000 രൂപ. ദൈവമേ, ഈ 1000 രൂപയ്ക്കാണ് ഞാൻ ഈ ജോലിക്ക് പോയത്. കാരണം 4500 അവിടെ കിട്ടുമെങ്കിലും എന്റെ പെട്രോൾ ചെലവെല്ലാം പോയിട്ട് എനിക്ക് കിട്ടുന്നത് 1000 രൂപയായിരിക്കും. ഇതിനു വേണ്ടിയാണ് ഞാൻ പോയത്. ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി, ദൈവം ഇതെന്നെ പഠിപ്പിച്ചതാണ്. നിന്റെ കഴിവുകൊണ്ടോ നിന്റെ ബുദ്ധി കൊണ്ടോ അല്ല നീ സുവിശേഷം, എന്റെ കഴിവുകൊണ്ടാണ് നീ ചെയ്യേണ്ടത്. ഞാൻ ആ യാത്ര അവിടെ വെച്ച് മുടക്കി. ഞാൻ അങ്ങോട്ട് പോയില്ല. അന്ന് വൈകിട്ട് ആരും അറിയാതെ എന്നെ ഏൽപ്പിച്ച പണവും ആ ലിസ്റ്റും മാത്രം രഹസ്യമായിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ തിരിച്ചുപോയി. ഞാൻ ശമ്പളം വാങ്ങിക്കാൻ നിന്നില്ല. ഞാൻ ആ ശമ്പളം വാങ്ങിക്കുന്ന ഒരു പാപമായിട്ട് ഞാൻ കണ്ടു. കാരണം ദൈവം എന്നെ പോറ്റി പുലർത്താൻ മതിയായവരാണ്, എനിക്ക് ആരുടെയും ശമ്പളം വേണ്ട എന്ന ചിന്ത എന്നെ ദൈവം പഠിപ്പിച്ച് ഭരിച്ചു. എന്നെ ദൈവം അതിലൂടെ നടത്തി. അന്ന് മുതൽ ദൈവം എനിക്ക് പ്രതികൂലം തന്നെങ്കിലും ആ പ്രതികൂലത്തിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചു. ദാവീദിന് മരുഭൂമിയുടെ അനുഭവങ്ങൾ കൊടുത്തുവെങ്കിലും ആ മരുഭൂമിയില് ദൈവം തന്നോടുകൂടെ ഉണ്ടായിരുന്നു. തന്നെ ആശ്വസിപ്പിക്കാൻ, തന്നെ ധൈര്യപ്പെടുത്താൻ, തന്നെ കൊള്ളാവുന്നവനായിട്ട് വാർത്തെടുക്കാൻ ഈ മരുഭൂമിയുടെ ജീവിത അനുഭവം അനിവാര്യമായി. 63-ാം സങ്കീർത്തനം താൻ രചിക്കുന്നത് ഈ മരുഭൂ പ്രയാണത്തിൽ വെച്ചാണ്. എത്ര സുന്ദരമായ സങ്കീർത്തനം! ഇന്നും അനേക കോടി ദൈവമക്കൾ വായിച്ച് ആശ്വസിക്കുന്ന അനേക സങ്കീർത്തനങ്ങൾ ഉടലെടുത്തത് ദാവീദിന്റെ കൊട്ടാര തുല്യമായ ജീവിതാനുഭവത്തിലൂടെ കടന്നുപോയപ്പോഴല്ല, സമൃദ്ധിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോഴല്ല, മരുഭൂമിയുടെ ആ കണ്ണുനീരിന്റെയും താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാവ്യങ്ങൾ, സംഗീതങ്ങൾ, സങ്കീർത്തനങ്ങൾ രചിക്കുവാൻ ദാവീദിനെ ദൈവം ഇടയാക്കിത്തത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ആ മരുഭൂമിയുടെ അനുഭവങ്ങൾ അനിവാര്യമാണ്. നാം മരുഭൂമിയിൽ ഒറ്റയ്ക്കാണ്, ആരുമില്ല എന്ന് തോന്നി കഴിയുമ്പോഴാണ് അവിടെ രണ്ടാമത്തെ ഒരു കഥാപാത്രം 15-ാം വാക്യത്തില് ശൗലിന്റെ മകനായ യോനാഥാനെ ദൈവം അയക്കുന്നു. ദാവീദിനെ ആശ്വസിപ്പിക്കാൻ, ദാവീദിന് ധൈര്യം പകർന്നു കൊടുക്കാൻ യോനാഥാനെ അയക്കുന്നു. പുതിയ നിയമത്തിലെ ബർണബാസിന്റെ ശുശ്രൂഷ ചെയ്ത പഴയ നിയമത്തിലെ ഒരു വ്യക്തിത്വമാണല്ലോ യോനാഥാൻ. യോനാഥാനിലൂടെ ദൈവം ദാവീദിനെ ധൈര്യപ്പെടുത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഞാനത് വായിച്ച് സമയം എനിക്ക് ഒരുപാട് ഇല്ലല്ലോ, അവരോട് അതൊന്നും വായിപ്പിക്കുന്നില്ല. യോനാഥാൻ അവിടെ ചെല്ലുകയാണ്. ഈ കാലഘട്ടത്തിലും ദൈവത്തിന് ആവശ്യം യോനാഥാന്മാരെയാണ്, ദാവീദിനെ അല്ല. നമുക്കെല്ലാവർക്കും ദാവീദിനെ പോലെ ആകണം. ഇന്ന് നാട്ടിലും വീട്ടിലും സഭയിലൊക്കെ ഉള്ള പ്രശ്നം എന്താണ്? ഒന്നാമനാകണം, ശൗലിനെ പോലെ ഒന്നാമനാകണം. പക്ഷേ ദൈവത്തിന് ഇന്ന് യോനാഥാന്മാരെയാണ് വേണ്ടത്. യോനാഥാൻ എന്താണ്? യോനാഥാന്റെ സ്ഥാനം എന്താണ്? 17-ാമത്തെ വാക്യം യോനാഥാൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, എന്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനാകും. ദാവീദിനറിയാം, യോനാഥാൻ അറിയാം. യോനാഥാൻ ദാവീദിനെ സഹായിച്ചാൽ തന്റെ സ്ഥാനം പോവും, രണ്ടാമനാകാനേ പറ്റുകയുള്ളൂ. നമുക്കറിയാം, യോനാഥാന് വേണമെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി, എങ്ങനെയെങ്കിലും മരുഭൂമിയിൽ വെച്ച് ദാവീദ് പട്ടുപോകും, താൻ ഒന്നാമനാകും. ശൗല് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാജസ്ഥാനം യോനാഥാനാണ്. എന്നാൽ തന്റെ രാജസ്ഥാനം പോകുമെന്നറിഞ്ഞിട്ടും
താൻ എന്ത് ചെയ്യുന്നു? ദാവീദിനെ സഹായി. എനിക്ക് രണ്ടാമനായാൽ മതി, എനിക്ക് ഒന്നാമനാകണ്ട, ഈ മനോഭാവം ഉള്ളവരെയാണ് ഇന്ന് ദൈവം അന്വേഷിക്കുന്നത്. അത് മാത്രമല്ല, 26 മൈൽ താണ്ടിയാണ് ഈ യോനാഥാൻ ശൗലിന്റെ അടുത്തേക്ക് എത്തുന്നത്. അന്നത്തെ യാത്രാ സൗകര്യമൊന്നും ഇല്ലാത്ത കാലഘട്ടം അത്രയും റിസ്ക് എടുക്കാൻ യോനാഥാൻ തയ്യാറായി. ഇന്നും കർത്താവിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ, മറ്റുള്ളവർക്ക് ധൈര്യം പകരുവാൻ വേണ്ടി നാം തയ്യാറാണോ യോനാഥാനെ പോലെ? മാത്രമല്ല, തന്റെ അപ്പന്റെ പട്ടാളം മുഴുവൻ നാട് മൊത്തം പരന്നു കിടക്കുകയാണ്. യോനാഥാൻ ദാവീദിനെ സഹായിക്കാൻ അവിടെ ചെന്നു ശൗലിന്റെ ശ്രദ്ധയിൽപ്പെട്ട യോനാഥാൻ ഒരിക്കലും വെച്ചേക്കുകയില്ല. ആ ഒരു ഭീഷണിയുമുണ്ട്. അതും വകവയ്ക്കാതെ, തന്റെ ജീവൻ വകവയ്ക്കാതെ, തന്റെ സ്ഥാനം വകവയ്ക്കാതെ, തനിക്ക് എന്ത് റിസ്ക് വരട്ടെ എങ്കിലും അത് വകവയ്ക്കാതെ ദൈവത്തിന്റെ ദാസനായ മരുഭൂമിയില് വിഷമിച്ച് കഴിയുന്ന, വേദനയിൽ കഴിയുന്ന ദാവീദിനെ ആശ്വസിപ്പിക്കുവാൻ താൻ തയ്യാറായി വന്നത് നമുക്കൊരു വലിയ പാഠമാണ്. യോനാഥാനെ പോലെ കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാം. കർത്താവിന് അനേകർ മരുഭൂമിയിൽ വലയുകയാണ്, അനേകർ കഷ്ടതയുടെ പ്രയാസത്തിലും വേദനയുടെ വിഷമത്തിലും കഴിയുകയാണ്. അവരെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് നേരിട്ടൊന്ന് പോകാൻ കഴിയില്ല. ദൈവത്തിന്റെ കൈയും കാലുമായിട്ട് യോനാഥാനെ പോലെ നമുക്ക് പോകാൻ ദൈവം മനസ്സ് തരട്ടെ. യോനാഥാനെ പോലെ മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പാൻ, അവർക്ക് വാക്കുകളിലൂടെ ധൈര്യം പകർന്നു കൊടുക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. മൂന്നാമതായിട്ട് ഒരു കഥാപാത്രം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശൗൽ. ഒരിക്കലും അനുകരിക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് ശൗൽ. എന്താണ് ശൗലിന്റെ കുഴപ്പം? അവിടെ ദാവീദ് പറയാണ്, 17-ാമത്തെ വാക്യം, അത് എന്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. എന്താണ് അറിയുന്നത്? ശൗലിന് നന്നായിട്ട് അറിയാം ദാവീദാണ് രാജാവ്. ദാവീദിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കാൻ ശൗലിന് കഴിയില്ല. അത് ശൗല് നന്നായിട്ട് അറിയായിരുന്നു. ദൈവത്തിന്റെ പ്ലാനാണ്, ദൈവത്തിന്റെ ഹിതമാണ് ദാവീദ് രാജാവാകുക. ആ ദൈവഹിതം അട്ടിമറിക്കാൻ ശൗലിനോ ശൗലിന്റെ പട്ടാളത്തിനോ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും ശൗൽ എന്ത് ചെയ്യാണ്? കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ദൈവഹിതത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ. ഇന്നും അനേക വിശ്വാസികൾ, എന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഞാൻ ആ പഴയ കാലം ഞാൻ ഓർക്കുകയാണ്. എനിക്കറിയാം ചെയ്യുന്നതെല്ലാം തെറ്റാണ്, പാപമാണെന്ന് എനിക്കറിയാം, എന്നിട്ടും മനഃപൂർവ്വമായിട്ട് പാപം ചെയ്യുന്ന, എന്തോ ദൈവത്തിന്റെ വലിയ കാരുണ്യം കൊണ്ട് വലിയ അടി വാങ്ങിക്കാതെ എനിക്ക് കരകയറാൻ സാധിച്ചെങ്കിൽ ഇന്നും ദൈവം അത് നമ്മളിൽ നിന്ന് നോക്കുകയാണ്. ദൈവഹിതം നമുക്കറിയാം, നാം ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, നാം പറയുന്നത് തെറ്റാണെന്നറിയാം, നമ്മുടെ തീരുമാനങ്ങൾ തെറ്റാണെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ മനഃപൂർവ്വമായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ശൗലിനെ നാം പിന്തുടരുന്നവരായിട്ട് മാറും. അങ്ങനെ വരാതിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവഹിതത്തെ അത് ഉൾക്കൊള്ളുവാനും അതിനോട് ആമയും പറയാനും, അത് എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും അതിനെ ശിരസ വഹിക്കാനും നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ശൗല് ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ടും അതിനെ വിപരീതമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് കഴിയട്ടെ. 3 കഥാപാത്രം. ഒന്ന് ദാവീദ്. മരുഭൂമിയുടെ ചൂടേറിയ അനുഭവത്തിലൂടെ താൻ കടന്നുപോയെങ്കിലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമായിട്ട് വാർത്തെടുക്കുവാൻ ആ മരുഭൂമിയുടെ വേലി ഇടയായി തീർന്നെങ്കിൽ നമുക്കും മരുഭൂമികളെ വെൽക്കം ചെയ്യാം. മരുഭൂമിയെ ഒഴിവാക്കാനല്ല, മരുഭൂമിയിലാണ് ദൈവം എന്നെ ഇട്ട് വാർത്തെടുക്കുന്നെങ്കിൽ. മോശ 40 വർഷമാണ് മോശയുടെ സുവർണ കാലഘട്ടം. ആ സുവർണ കാലഘട്ടത്തിലേക്ക് മോശയെ വാർത്തെടുക്കുവാൻ വേണ്ടി പിന്നെയും ഒരു 40 വർഷം ദൈവത്തിന് മരുഭൂമിയിൽ യുവമോശയെ ആവശ്യമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതൊരു യോദ്ധാവിനെ, ഏതൊരു ആത്മീയ വീരനെയും നമുക്ക് എടുക്കാം. അവരെല്ലാം ദൈവം വാർത്തെടുത്തത് ഈ മരുഭൂമിയുടെ അനുഭവത്തിലൂടെയാണ്. നമുക്കും അതുകൊണ്ട് മരുഭൂമിയുടെ അനുഭവങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറുപിറുപ്പ് കൂടാതെ വിശ്വസ്തയോടുകൂടെ ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം. യോനാഥാനെ പോലെ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേകർക്ക് ഒരു കൈത്താങ്ങായിട്ട് തീരുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ വേണ്ടി റിസ്ക് എടുത്തുകൊണ്ട്, ജീവൻ പണയം വെച്ചുകൊണ്ട്, സ്ഥാനമാനങ്ങളെ മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീരപ്പാൻ, ആശ്വസിപ്പിക്കാൻ നമുക്ക് യോനാഥാനെ പോലെ പരിശ്രമിക്കാം. ശൗലിനെ പോലെ ദൈവഹിതം വാസ്തവമായിട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടും അതിനെ വിപരീതമായിട്ട് പ്രവർത്തിച്ച ആ ശൗലിനെ പോലെ നമുക്ക് ആകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. കർത്താവ് നമ്മൾ അതിനായിട്ട് സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം കാൽവിനനാഥ മിനിസ്ട്രി ഈ എളിയവർ ഒരുക്കി തന്നതിൽ സന്തോഷിക്കുകയും പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഈ മിനിസ്ട്രി ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങളിലൂടെയായിരുന്നു നാം കടന്നുപോയത്. കർത്താവിന്റെ ദാസൻ ഷിജി ബ്രദറിനെ സംബന്ധിച്ച് ഇതൊരു ബാലപാഠം മാത്രമാണ്. ഇനി സാക്ഷ്യമായിട്ട് പറയുവാൻ അനേകമുണ്ട്, ജീവിതാനുഭവങ്ങൾ പറയുവാൻ അനേകമുണ്ട്. ജീവിതത്തിന്റെ ഈ യാത്രയിൽ അനേക പ്രതിസന്ധികളും പ്രശ്നങ്ങളും അപകടങ്ങളും ഒക്കെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. അനേക രോഗങ്ങളിലൂടെ താൻ കടന്നുപോയി. പക്ഷെ അവിടെ എങ്ങും
വീണു പോകാതെ, തളർന്നു പോകാതെ, പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ നോക്കി കർത്താവിന് വേണ്ടി എന്തൊക്കെ ആകാമോ അതൊക്കെ ആയിത്തീരുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തിപ്പെടുത്തുന്നു. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. തുടർന്നും കർത്താവിന്റെ ദാസന്റെ കുടുംബത്തെയും തന്റെ പ്രവർത്തനങ്ങളെയും സഭയെയും നാം പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ചെയ്യുന്ന പലവിധമായ ശുശ്രൂഷകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ കാര്യം തീർച്ചയായിട്ടും നാം ചെയ്യണം. നാം അത് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, മറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ പങ്കാളിത്തം അത് ഏത് നിലയിലാണെങ്കിലും ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടുവാൻ പ്രിയ മകനും ദൈവം കൃപ കൊടുത്തു. കാൽവരിനാഥ മിനിസ്ട്രിയുടെ പേരിലും ദൈവനാമത്തിലുള്ള നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുകയാണ്. തുടർന്നും അനവധിയായി കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം പ്രിയ മകന് കഴിവ് നൽകട്ടെ. അതുപോലെ തന്നെ പ്രിയ ഷിജി വ്രതനെയും ദൈവസന്നിധിയിൽ ഓർത്ത് നന്ദി പറയുന്നു. ദൈവം ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതിനേക്കാൾ ഉപരിയായ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ദൈവം തന്നെ എടുത്ത് ഉപയോഗിക്കട്ടെ. തന്റെ കുടുംബത്തെയും ദൈവം ശക്തിപ്പെടുത്തട്ടെ. കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുവാൻ ദൈവം അവരെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. കൃപയാൽ ഈ എളിയവനും അവരുടെ ശുശ്രൂഷയോടൊന്ന് പങ്കെടുക്കുവാൻ ദൈവം കൃപ തന്നിരിക്കുന്നു. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സാന്നിധ്യത്തിന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും 1-2 ദിവസങ്ങൾക്കകം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. സന്തോഷ് കാൽവരിനാഥം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുകയും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മറ്റ് അനേകർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെയുള്ള ജീവിത സാക്ഷ്യങ്ങൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും ശക്തിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യങ്ങൾ നമ്മെ പോലെ തന്നെ അനേക ആളുകൾക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ മിനിസ്ട്രിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തക്ക സമയത്ത് നടക്കേണ്ടതിന് വേണ്ടി ദൈവം കൃപ നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് ഒരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇതുവരെയും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ കർത്താവിനെ വിവിധ നിലയിൽ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഗാനങ്ങളിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ തന്നല്ലോ, സ്തോത്രം. ഞങ്ങൾ കടന്നു വന്ന വഴികളൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ഗാനത്തിലൂടെ പാടി ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവെ. അങ്ങ് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയും. കർത്താവെ, അല്പമായ ഉപകരണത്തെ നൽപ്പെടുന്ന വേല ചെയ്യുന്ന ഒരു അനുഭവം ഇന്ന് രാത്രി ഞങ്ങൾ കേൾപ്പിച്ചല്ലോ, സ്തോത്രം. അന്ധകാരത്തിന്റെ മധ്യത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് ആ വയലിൽ കിടന്ന മുത്തിനെ ദൈവം ഏറ്റവും ഭംഗിയാക്കി വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ ഏറ്റവും മാന്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രം, ഒരനുഭവം ഞങ്ങൾ കേൾക്കുകയായിരുന്നു കർത്താവെ. ഒരുപക്ഷെ ഈ അനുഭവമുള്ള എത്രയോ ആയിരങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് കർത്താവെ. അവരും കർത്താവിന്റെ കരങ്ങളിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ, അവരും കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയായിത്തീരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. അങ്ങനെയുള്ള യുവജനങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ലക്ഷ്യമില്ലാതെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന യുവജനങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടുന്ന എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നൽകിക്കാട്ടെ. എല്ലാ ബലവും അവിടുന്ന് കൊടുത്താട്ടെ. കർത്താവിനെ യഥാർത്ഥമായി കണ്ടുമുട്ടുവാൻ ഈ അനുഭവങ്ങളിലൂടെ ദൈവം സഹായിക്കണമേ. ഇത് കേൾക്കുന്ന ആയിരങ്ങളുണ്ട്, അവരോട് ദൈവം സംസാരിക്കണം. അനേക ആളുകൾ അത് കാണുക, കേൾക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനം എടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കും. അതുപോലെ കർത്താവിന്റെ ദാസന്റെ കുടുംബ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കണം. 3 കുഞ്ഞുങ്ങളെയും തന്നെ ഭാര്യ സഹോദരിയെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. തന്റെ സഹോദരിയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം ആ കുടുംബത്തെ ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന ശുശ്രൂഷകളെ, വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏറ്റവും അനുഗ്രഹിക്കണം. ബൈബിൾ സ്കൂളിന്റെ ആവശ്യങ്ങളെ ഒക്കെ ദൈവം തക്ക സമയത്ത് നിർവഹിക്കണം. അവൻ കർത്താവെ, അവിടുന്ന് ആ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ഭക്ഷണം തക്ക സമയത്ത് കൊടുക്കുന്ന ദൈവമാണല്ലോ. ആ ആവശ്യങ്ങളെ ദൈവം മാനിക്കണമേ. തക്ക സമയത്ത് വഴിയും വാതിലും ഒരുക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം പങ്കെടുത്ത എല്ലാ സഹോദരന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കണം. അനുകൂലമായ കാലാവസ്ഥയും ചുറ്റുപാടുകളും എല്ലാം ഞങ്ങൾക്ക് നൽകിയതിനാണ് സ്തോത്രം. പ്രാർത്ഥനയോടെ ഞങ്ങൾ പിരിയുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത ശനിയാഴ്ച മറ്റൊരു ജീവിതാനുഭവമായി
ഞങ്ങൾ കണ്ടുമുട്ടുവാൻ കൃപ നൽകണം. അതുവരെയും കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണം. തന്നെല്ലാ നന്മകൾക്കാട്ട് സ്തോത്രം. കാൽവരിനാഥ മിനിസ്ട്രിയും കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണമേ. അനേകർക്ക് മാനസാന്തരത്തിന് അത് ഉപയുക്തമാകുവാൻ ഇടയാകണം. സ്തോത്രം. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കട്ടെ. പിരിയാത്തവനായി കൂടെ ഉണ്ടല്ലോ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് കൂട്ടായ്മയും സഹവാസവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.